എല്ലാവർക്കും നമസ്കാരം. ക്യൂബിറ്റിൻ്റെ SSC-GDയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പോളിറ്റിയിലെ കുറേ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. രണ്ടാമത്തെ സെഷനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പോളിറ്റിയുടെ. നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, അണ്ടർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾസ് ഈസ് ദ അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് റെക്കഗ്നൈസ്ഡ്? രണ്ട്, which of the following articles of the Indian Constitution provides for an independent office of the CAG, Comptroller and Auditor General of India? അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് ആർട്ടിക്കിളുകളെ ബേസ് ചെയ്താണ്. ആർട്ടിക്കിളുകളെ അപ്പോൾ ആദ്യത്തെ ഏരിയ നമുക്കറിയാം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് അല്ലേ. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമുക്കറിയാം പാർട്ട് 3 പറയുന്ന ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ആർട്ടിക്കിൾ 19 എന്താണ്, 20 എന്താണ്, 18, 17 ഇതെല്ലാം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുന്നതാണ്. ആർട്ടിക്കിൾ 17 നമുക്കറിയാം അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, ഈ തൊട്ടുകൂടായ്മ എന്ന് പറയുന്ന സാധനത്തിന് നിരോധിക്കുന്ന സാധനമാണ് ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 18 അബോളിഷൻ ഓഫ് ടൈറ്റിൽ. നമ്മളുടെ ഭരണഘടന നിലയിൽ വരുന്ന സമയത്ത് കുറച്ച് ടൈറ്റിലുകൾ ഉണ്ടായിരുന്നു. ചില വ്യക്തികൾക്ക് മറ്റു വ്യക്തികളെക്കാൾ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ചില ടൈറ്റിലുകൾ, ആ ടൈറ്റിലുകളെ അബോളിഷ് ചെയ്യുന്ന ആർട്ടിക്കിളുകളാണിത്, ആർട്ടിക്കിൾ 18. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമായി വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾ ഡീൽസ് വിത്ത് അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്? ഏതാണ് ഉത്തരം? ആർട്ടിക്കിൾ 18. ആർട്ടിക്കിൾ 19 എന്താണ്? നമുക്ക് ഒരു വ്യക്തിയുടെ ഫണ്ടമെൻ്റൽ ഡെവലപ്മെൻറ്റിന് ആവശ്യമായ ഫ്രീഡംസ്, അതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ആ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 6 റൈറ്റുകളാണ് ആർട്ടിക്കിൾ 19 പറയുന്നത്. എന്തൊക്കെയാണ്? ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്, ഫ്രീഡം ടു ഫോം അസോസിയേഷൻ, ഫ്രീഡം ടു ഓർഗനൈസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് ഏത്? ആർട്ടിക്കിൾ 19. ആർട്ടിക്കിൾ 20 ഇതിനെ പറ്റി ഡീൽ ചെയ്യുന്നത് പ്രൊട്ടക്ഷൻ ആൻഡ് റെസ്പെക്ട് ഓഫ് കൺവിക്ഷൻ ഫോർ ഒഫൻസസ്, അതായത് ചില ഒഫൻസ് കമ്മിറ്റ് ചെയ്ത വ്യക്തികളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ചില പ്രൊവിഷൻസ് ആണ് ആർട്ടിക്കിൾ 20. അപ്പോൾ അത് പറയുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. എന്താണ്? നിങ്ങളൊരു കുറ്റം ചെയ്യുന്ന സമയത്ത് നിലവിലുള്ള നിയമം വച്ചിട്ടേ നിങ്ങളെ ശിക്ഷിക്കാമുള്ളൂ. ആ നിയമം പിന്നീട് വന്നതാണെങ്കിൽ, നിങ്ങളുടെ ട്രയൽ ഇപ്പോഴും നടക്കുകയാണെങ്കിൽ, നിങ്ങളുടെ വിധി വരുന്ന സമയത്ത് ആ നിയമത്തിനനുസരിച്ചുള്ള ശിക്ഷ നിങ്ങൾക്ക് തരരുത്. അപ്പോൾ ഞാൻ പറയുന്ന കോൺസെപ്റ്റ് മനസ്സിലായി. ആർട്ടിക്കിൾ 20 ഫണ്ടമെൻ്റൽ ഉദ്ദേശം, നിങ്ങളൊരു കുറ്റം ചെയ്യുന്ന സമയത്ത് എന്ത് നിയമമാണോ ഉള്ളത്, ആ നിയമത്തിൽ എന്തൊക്കെ ശിക്ഷകളാണ് വിധിക്കുന്നത് അത് മാത്രമേ നിങ്ങളുടെ ആ ഒരു ട്രയലിൽ ആപ്ലിക്കബിൾ ആവുള്ളൂ. കാലക്രമേണ നിയമം മാറ്റി മാക്സിമം 10 വർഷം ശിക്ഷയുള്ളത് വധശിക്ഷയാക്കി കഴിഞ്ഞാലും നിങ്ങൾക്ക് അത് ആപ്ലിക്കബിൾ ആയിരിക്കില്ല. കാരണം എന്താണ്? നിങ്ങൾ കുറ്റം ചെയ്ത സമയത്ത് അങ്ങനെ ഒരു നിയമമില്ല എന്നുള്ളത്. ഓക്കെ, രണ്ടാമത്തെ സെറ്റ് ക്യാഗ്. നമ്മൾ എല്ലാവരോടും പറയുന്ന കാര്യമാണ്, ക്യൂബിറ്റിലെ ക്ലാസ്സുകളിൽ എടുത്തെടുത്ത് പഠിപ്പിക്കുന്ന കാര്യമാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിൻ്റെ റിലേറ്റഡ് ആർട്ടിക്കിൾസ്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ക്യാഗ്, അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ, അഡ്വക്കേറ്റ് ജനറൽ, അങ്ങനെ പല ആൾക്കാരുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിൻ്റെ, കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്യുന്ന, ഭരണഘടനയിൽ മെൻഷൻ ചെയ്യുന്ന ബോഡീസിൻ്റെ ആർട്ടിക്കിൾ, അതിൽ ഏറ്റവും പ്രധാനമാണ് ക്യാഗ്. ആരാണ് ഇപ്പോഴത്തെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ? നമ്മളുടെ വീഡിയോയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ആരാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ക്യാഗ് എന്നുള്ളത്. ആർട്ടിക്കിൾ 148 ആണ് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയെ മെൻഷൻ ചെയ്യുന്ന ആർട്ടിക്കിൾ. ബാക്കിയുള്ള ആർട്ടിക്കിളിൽ എന്തൊക്കെയാണ് പറയുന്നത്? ആർട്ടിക്കിൾ 134 അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ സുപ്രീം കോർട്ട്. നമുക്കറിയാം സുപ്രീം കോർട്ടിന് പല ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ, അതായത് രണ്ട് വ്യക്തികൾ തമ്മിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റും സെൻറ്ററും തമ്മിൽ കേസ് വരുമ്പോൾ അത് ഡയറക്റ്റ്ലി സുപ്രീം കോടതിയിലേക്ക് പോകാൻ പറ്റും. ഒരു ഉദാഹരണത്തിന് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിലുള്ള പ്രശ്നം നേരെ സുപ്രീം കോടതിയിലേക്ക് പോകാൻ പറ്റും. അതിനാണ് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. അപ്പലേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അപ്പീൽ വഴി പോകുന്നത്, അതായത് ലോവർ കോർട്ടിൽ നിന്നും ഹൈക്കോടതിയിലേക്ക്, ഹൈക്കോടതിയിൽ നിന്നും വീണ്ടും ന്യായം കിട്ടാൻ വേണ്ടി സുപ്രീം കോടതിയിലേക്ക്. അങ്ങനെ ക്രിമിനൽ മാറ്റേഴ്സിലുള്ള അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷനാണ് ആർട്ടിക്കിൾ 134 പറയുന്നത്. 148 നമ്മൾ ഓൾറെഡി പറഞ്ഞു, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. 158 കണ്ടീഷൻസ് ഓഫ് ഗവർണേഴ്സ് ഓഫീസ്. നമുക്കറിയാം 150 കഴിഞ്ഞ് ഗവർണറിൻ്റെ ഓഫീസ്, ഗവർണറിൻ്റെ ക്വാളിഫിക്കേഷൻസ്, ചില കണ്ടീഷൻസ്, പവേഴ്സ്, ഡിസ്ക്രിഷണറി പവേഴ്സ്, ഇതൊക്കെ മെൻഷൻ ചെയ്യുന്ന കുറച്ച് ആർട്ടിക്കിളുകളുണ്ട്. അതിൽ 158 എന്തിനെ പറ്റി ഡീൽ ചെയ്യുന്നത്? ഗവർണറിൻ്റെ ഓഫീസിൻ്റെ കണ്ടീഷൻസ്. ഓക്കെ, ആർട്ടിക്കിൾ 160ലേക്ക് വരാം. 160 ഡിസ്ചാർജ് ഓഫ് ദ ഫങ്ഷൻസ് ഓഫ് ദ ഗവർണർ ഇൻ സർട്ടൻ കണ്ടിജൻസീസ്. ചില പ്രത്യേക തരം സാഹചര്യങ്ങളിൽ ഗവർണർ എങ്ങനെ പെരുമാറണം, ഗവർണറിൻ്റെ ഡ്യൂട്ടി എങ്ങനെയാണ്. അപ്പോൾ കേരളത്തിൽ ഇന്ന് നിലവിൽ കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഗവർണറിൻ്റെ പവറിനെ സംബന്ധിച്ച് ഒരുപാട് ആർട്ടിക്കിളുകൾ, ഗവർണർ ആസ് ദ വൈസ് ചാൻസലർ ഓഫ് യൂണിവേഴ്സിറ്റീസ്, അതുപോലെ ഗവർണറിൻ്റെ ഡിസ്ക്രിഷണറി പവർ, അത് ചില സമയത്ത് പ്രസിഡൻഷ്യൽ റൂൾ ഞാൻ ഇമ്പോസ് ചെയ്യുമെന്ന് പറയുന്നത്, ആ കാര്യങ്ങളൊക്കെ വാർത്തയിൽ നിറഞ്ഞു നിൽക്കാറുണ്ട്. അപ്പോൾ ഗവർണർ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഗവർണറിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ ആർട്ടിക്കിളുകളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ 148. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് വേർഡ് അമംഗ് ദീസ് വാസ് ആഡഡ് ഇൻ ദ പ്രിയാമ്പിൾ ഡ്യൂറിങ് 42nd അമെൻമെൻറ്റ്? നമുക്കറിയാം 42ാമത്തെ അമെൻമെൻറ്റിന് വിളിക്കുന്ന പേരെന്താണ്?
മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. ഇന്ത്യ ഒരു നാഷണൽ എമർജൻസിയുടെ കടന്നു പോയപ്പോൾ 1976 അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് എനാക്ട് ചെയ്തൊരു അമെൻമെൻറ്റാണ് 42ാമത്തെ അമെൻമെൻറ്റ്, 42nd അമെൻമെൻറ്റ്. ഈ അമെൻമെൻറ്റ് ഭരണഘടനയിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ഏരിയയിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദിസ് അമെൻമെൻറ്റ് ഈസ് കോൾഡ് എന്ത്, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ അമെൻമെൻറ്റ് വഴിയാണ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തത്. ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം? സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം. ഇത് നമ്മൾ പഠിച്ചാണല്ലോ. ഈ അമെൻമെൻറ്റ് നമ്മുടെ ഭരണഘടനയും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാ ഇവിടെ തന്നിരിക്കുന്നതിൽ ഈ ഫിഗറാണ് ഒറിജിനൽ ഭരണഘടനയിലെ ആമുഖം, പ്രിയാമ്പിളിനെ തന്നിരിക്കുന്നതാണ് നമ്മുടെ ഒറിജിനൽ പ്രിയാമ്പിൾ. ഇതാണ് ഇപ്പോഴത്തെ പ്രിയാമ്പിൾ. ഒറിജിനൽ പ്രിയാമ്പിൾ എന്താ പറയുന്നത്? ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻടു എ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. അതായത് 26 നവംബർ 1949 ആ ഡേറ്റും ഇവിടെ തന്നിട്ടുണ്ട്. 26 നവംബർ 1949 നമ്മുടെ ഭരണഘടനയെ അഡോപ്റ്റ് ചെയ്തപ്പോൾ ഭരണഘടനയിൽ മെൻഷൻ ചെയ്തിരുന്ന ഇന്ത്യയുടെ സ്റ്റാറ്റസ് എന്താണ്? ഇന്ത്യ ഈസ് എ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ്. എന്നാൽ 42nd അമെൻമെന്റിൽ ആഡ് ചെയ്ത രണ്ട് വാക്കുകൾ ഏതൊക്കെയാണ്? ഇന്ത്യ ഈസ് നൗ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. അപ്പോൾ ആഡ് ചെയ്ത വാക്കുകൾ ഏതൊക്കെയാണ്? സോഷ്യലിസ്റ്റ്, സെക്യുലർ, സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ. അപ്പോൾ ഇതിൽ ഉത്തരം ഏതാണ്? ഭരണഘടനയിലെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ ആഡ് ചെയ്ത വാക്ക് ഏതൊക്കെയാണ്? സെക്യുലർ എന്ന് പറയുന്ന വാക്കാണ്. ആൻഡ് രണ്ടാമത് ആഡ് ചെയ്ത വാക്ക് ഏതാണ്? സോഷ്യലിസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ കോണ്ടെക്സ്റ്റിൽ ഇത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡീൽസ് വിത്ത് പഞ്ചായത്ത്? അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിളുകളെ പല പല പാർട്ടുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒറിജിനൽ ഭരണഘടനയിൽ 22 ഷെഡ്യൂളുകളും 395 ആർട്ടിക്കിളുകളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഭരണഘടനയിൽ 25 ഷെഡ്യൂളുകളുണ്ട്. അപ്പോൾ GD പോലുള്ള ഒരു പരീക്ഷയ്ക്ക് ഈ ഷെഡ്യൂളുകളല്ല പാർട്ടുകളുണ്ട്. ഓക്കെ, ഞാനത് വീണ്ടും കറക്റ്റ് ചെയ്യുകയാണ്. ഒറിജിനൽ ഭരണഘടനയിൽ 22 പാർട്ടുകളും 395 ആർട്ടിക്കിളുകളും ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് 25 പാർട്ടുകളാണുള്ളത്. പാർട്ടും ഷെഡ്യൂളും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് 12 ഷെഡ്യൂളുകളാണുള്ളത്. ഓക്കെ, അപ്പോൾ ഈ 12 ഷെഡ്യൂളുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൽ യാതൊരു സംശയം വേണ്ട. 1 മുതൽ 12 വരെ നമ്മൾ അറിഞ്ഞിരിക്കണം. 25 പാർട്ടുകളിൽ നിന്നും അവർ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ആദ്യത്തെ ഒരു 12 പാർട്ടുകളെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് വേണ്ട പാർട്ടുകളെല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് കൗണ്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 25 പാർട്ടുകളാണുള്ളത്. അതിൽ പാർട്ട് 7 റിപ്പീൽ ചെയ്തിട്ടുണ്ട്. പാർട്ട് 7 ഇപ്പോഴില്ല. നിങ്ങൾ താഴെ നോക്കുമ്പോൾ നിങ്ങൾക്ക് 22 എന്നാണ് കാണാൻ കഴിയുക. പിന്നെ എങ്ങനെയാണ് 25 വരുന്നത്? നിങ്ങൾ നോക്കുമ്പോൾ അറിയാം. പാർട്ട് 9 കൂടാതെ 9A, 9B, അതുപോലെ 14 കൂടാതെ 14A, അങ്ങനെ ഈ A, B എന്നൊക്കെ പറയുന്നത് കാലക്രമേണ പിന്നീട് ആഡ് ചെയ്യപ്പെട്ട പാർട്ടുകളാണ്. അപ്പോൾ അവരൊക്കെ കൂടി ചേർത്താണ് നമുക്ക് 25 പാർട്ടുകൾ എന്നുള്ളത്. വിച്ച് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡീൽസ് വിത്ത് പഞ്ചായത്ത്സ്? ഏതൊക്കെയാണ് പഞ്ചായത്തിനെ ഡീൽ ചെയ്യുന്നത്? ഒരു ഓർഡറിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആ ആർട്ടിക്കിളുകൾ പോകുന്ന ക്രമം ഓർത്തിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കണ്ടന്റ് എളുപ്പത്തിൽ കിട്ടും. പാർട്ട് 1 ഡീൽസ് വിത്ത് യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ്, ആർട്ടിക്കിൾ 1 to 4. ഇത് ബ്രീഫായിട്ട് ഓർത്തിരിക്കുക. ആർട്ടിക്കിൾ 1 മുതൽ 4 വരെ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ്. പാർട്ട് 2 സിറ്റിസൺഷിപ്പ് 5 മുതൽ 11 വരെ. പാർട്ട് 3 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് തവണ SSC ചോദിച്ചിട്ടുള്ളതാണ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് 12 to 35. പാർട്ട് 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ്, നിർദ്ദേശക തത്വങ്ങൾ, ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന സാധനം പിന്നീട് ആഡ് ചെയ്തതാണ്. പാർട്ട് 4A ആണത്, പാർട്ട് 5 അല്ല. പാർട്ട് 4A ആർട്ടിക്കിൾ 51A, 51നോട് ഒരു പുതിയൊരു ആർട്ടിക്കിൾ കൂട്ടിച്ചേർത്തു, 51A. പാർട്ട് 6, പാർട്ട് 5 യൂണിയൻ ഗവൺമെന്റ് 52 മുതൽ 151 വരെ. അപ്പോൾ നമുക്കറിയാം ഇതിന് ശേഷം 152 മുതൽ വരുമ്പോഴേ ഗവർണറൊക്കെ തുടങ്ങുള്ളൂ. കാരണം യൂണിയൻ ഗവൺമെന്റ് പറയുമ്പോൾ എന്തൊക്കെ പറയും? യൂണിയൻ പറയും, നമ്മുടെ പാർലമെന്റ് പറയും, ലോക്സഭ പറയും, രാജ്യസഭ പറയും, പ്രസിഡന്റ് പറയും, ഈ കാര്യങ്ങളൊക്കെ പറയും, വൈസ് പ്രസിഡന്റ് പറയും. അതിനുശേഷം സുപ്രീം കോടതി ഈ ഭാഗത്താണ് പറയുന്നത്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ അവരുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ചീഫ് മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, ലെജിസ്ലേറ്റീവ് അസംബ്ലി, ലെജിസ്ലേറ്റീവ് കൗൺസിൽ, ഗവർണർ, ഹൈക്കോടതികൾ, ഇതൊക്കെ പറയുന്നത് നമ്മുടെ പാർട്ട് 6ലാണ്. പാർട്ട് 7 ഇല്ല. പാർട്ട് 8, അപ്പോൾ യൂണിയൻ കഴിഞ്ഞു, സ്റ്റേറ്റ് കഴിഞ്ഞു, പിന്നെ വരുന്ന ഏതാണ്? കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. യൂണിയൻ ടെറിട്ടറീസ് ഡീൽസ് വിത്ത് ആർട്ടിക്കിൾ 239 to 243. പാർട്ട് 9 ഡീൽസ് വിത്ത് പഞ്ചായത്ത്. പാർട്ട് 9A ഡീൽസ് വിത്ത് മുനിസിപ്പാലിറ്റീസ്. പാർട്ട് 9B ഡീൽസ് വിത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇത് മൂന്നും ഓർത്തിരിക്കുക. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, സഹകരണ സ്ഥാപനങ്ങൾ, ഇത് മൂന്നും പിന്നീട് ഭരണഘടനയിൽ ആഡ് ചെയ്തതാണ്. നമ്മളോട് ചോദിച്ച ചോദ്യം എന്താണ്? പഞ്ചായത്ത് ഡീൽ ചെയ്യുന്നത് ഏത് പാർട്ടാണെന്നാണ്. ഏത് പാർട്ടാ? പാർട്ട് 9. 9A എന്താണ് നമ്മൾ പറഞ്ഞു? പാർട്ട് 9A എന്താണ് പറഞ്ഞേ? മുനിസിപ്പാലിറ്റീസ്. പാർട്ട് 9B
കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അടുത്തത്, വിച്ച് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡീൽസ് വിത്ത് ദ പവേഴ്സ് ആൻഡ് ഫംഗ്ഷനിങ് ഓഫ് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ? ഇത് ഡയറക്റ്റ് ചോദ്യമല്ല, ഇത് ഒരു ഡയറക്റ്റ് ചോദ്യമല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഭരണഘടനയിൽ മെൻഷൻ ചെയ്യുന്നത് എവിടെയാണ്? യൂണിയൻ എന്ന് പറയുന്ന പാർട്ടിന്റെ കീഴിലാണ്. യൂണിയൻ എന്ന് പറയുന്ന പാർട്ടിന്റെ കീഴിലാണ്. ഇപ്പൊ ഇതേ ചോദ്യം ഹൈക്കോർട്ട്സ് ഓഫ് ഇന്ത്യ ആണെങ്കിൽ അത് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന പാർട്ടിന്റെ കീഴിലാണ്. അപ്പോൾ യൂണിയൻ ഗവൺമെന്റിനെ, സെൻട്രൽ ഗവൺമെന്റിനെ മെൻഷൻ ചെയ്യുന്ന പാർട്ട് ഏതാണ്? പാർട്ട് 5 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, 5ാമത്തെ പാർട്ടാണ്. അപ്പോൾ ഉത്തരം പാർട്ട് 5. ഇതേ ചോദ്യം നമുക്ക് ഹൈക്കോടതികളായിരുന്നെങ്കിൽ അത് ഏതാണ്? സ്റ്റേറ്റിന് കീഴിലാണ് ഹൈക്കോടതികൾ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഉത്തരം പാർട്ട് 6 ആയനെ. ക്ലിയർ ആണല്ലോ. അപ്പോൾ 25 പാർട്ടിൽ അറ്റ്ലീസ്റ്റ് ആദ്യത്തെ ഒരു 10 എണ്ണമെങ്കിലും നിങ്ങൾ റിലേറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ക്ലാസ്സുകളിൽ അത് പഠിക്കേണ്ട രീതിയും അതിനുള്ള കുറച്ച് കോഡുകളും മറ്റും പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് PYQ ഡിസ്കഷനിൽ അത്രത്തോളം സമയമില്ലാത്തത് കൊണ്ടാണ് പഠിപ്പിക്കാത്തത്. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ഒരു 10 പാർട്ടെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക. ഷെഡ്യൂളുകൾ വരട്ടെ, 12 എണ്ണവും തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം കേട്ടോ. ഷെഡ്യൂള് 12 എണ്ണവും പഠിച്ചിരിക്കണം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒരു സ്റ്റാറ്റിക് ചോദ്യമാണ്. ഇന്ത്യയിൽ ഈ പരീക്ഷ നടന്നത് 2023-ലാണ്. അതുകൊണ്ടാണ് അവർ കട്ട് ഓഫ് ഡേറ്റ് 2022 തന്നത്. 2022 എത്ര ഹൈക്കോടതികളാണ് ഉള്ളതെന്ന് നമുക്കറിയാം. നിലവിൽ ഇന്ത്യയിൽ എത്ര ഹൈക്കോടതികളുണ്ട്? 2022 അത്ര തന്നെയായിരുന്നു. 2019 ശേഷം നമ്മുടെ ആന്ധ്രാപ്രദേശിനെ വിഭജിച്ച് ആന്ധ്ര തെലങ്കാന ആയതിനു ശേഷം പുതിയൊരു ഹൈക്കോടതി ഫോം ചെയ്തിട്ടില്ല. ഇന്ത്യയിലെ ഏറ്റവും പുതിയ ഹൈക്കോടതി ആന്ധ്ര ആൻഡ് തെലങ്കാനയുടെ ഹൈക്കോടതികളാണ്. ഓക്കെ, ഹൈദരാബാദിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഹൈക്കോടതി തെലങ്കാനയ്ക്ക് കൊടുത്തു. ആന്ധ്രാപ്രദേശിൽ അമരാവതിയിൽ പുതിയൊരു ഹൈക്കോടതി രൂപീകരിച്ചു. ആ നമ്പർ കൂടെ ചേർത്ത് ഇന്ത്യയിൽ ഇന്ന് 25 ഹൈക്കോടതികളാണുള്ളത്. ഓക്കെ, 25 ഹൈക്കോടതികളാണുള്ളത്. ഇനി ഹൈക്കോടതികളുടെ എണ്ണം കൂടും. കാരണം ചില സ്റ്റേറ്റ്സിന് ഹൈക്കോടതി ഇല്ല, അത് മറ്റൊരു സ്റ്റേറ്റിൻ്റെ ഹൈക്കോടതിയുടെ കീഴിലാണ് വരുന്നത്. ഒരു ഉദാഹരണത്തിന് ഗോവ, മഹാരാഷ്ട്ര രണ്ടും ബോംബെ ഹൈക്കോടതിയിലാണ്. പിന്നെ ഗുവാഹട്ടി ഹൈക്കോർട്ട് ആസാമിൽ, അതിന് അരുണാചൽ പ്രദേശിൻ്റെയും മറ്റൊന്ന് 2 നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളുടെയും ജുറിസ്ഡിക്ഷൻ എക്സ്ട്രാ വരുന്നുണ്ട്. പിന്നെ പഞ്ചാബ് ആൻഡ് ഹരിയാന രണ്ടിനും ഒരേ ഹൈക്കോടതിയാണ്. അപ്പോൾ അങ്ങനെ ഈ സ്റ്റേറ്റുകൾക്ക് കാലക്രമേണ ഹൈക്കോടതി വരും. അപ്പോൾ ഇതിൻ്റെ എണ്ണം കൂടും. ഇപ്പോൾ ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണുള്ളത്. ഓർത്തിരിക്കുക, ഇന്ത്യയിൽ ഹൈക്കോടതികളുള്ള 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് നമുക്കറിയാം, ഡൽഹി ഹൈക്കോടതി നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് ഡൽഹി ഹൈക്കോർട്ട്. 2 ഒരു സ്റ്റേറ്റ് ആയിരുന്നിട്ട് 2 യൂണിയൻ ടെറിട്ടറീസായി ഇന്ത്യയിലെ ഏറ്റവും പുതിയ യൂണിയൻ ടെറിട്ടറീസ് ആണ്. ഏതൊക്കെ? ജമ്മു ആൻഡ് കാശ്മീരും ലഡാക്കും. ജമ്മു ആൻഡ് കാശ്മീർ ആൻഡ് ലഡാക്ക് അവർക്കും ഒരു ഹൈക്കോടതിയാണ്. അപ്പോൾ ഈ 2 യൂണിയൻ ടെറിട്ടറീസിന് മാത്രമേ സ്വന്തമായിട്ട് ഹൈക്കോടതി ഉള്ളൂ. അപ്പോൾ വീണ്ടും വരാം. ദർ ആർ 25 ഹൈക്കോർട്ട്സ് ഇൻ ദ കൺട്രി. സം സ്റ്റേറ്റ്സ് ഹാവ് എന്താ പറയുക, സം സ്റ്റേറ്റ്സ് ബിലോങ് ടു ദ ജുറിസ്ഡിക്ഷൻ ഓഫ് ഹൈക്കോർട്ട് ഫ്രം സം അതർ സ്റ്റേറ്റ്സ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ചില കേന്ദ്രഭരണ പ്രദേശങ്ങൾ, ഉദാഹരണം ലക്ഷദ്വീപ് എവിടെ വരുന്നത്? കേരള ഹൈക്കോടതിയുടെ കീഴിലാണ്. ആൻഡമാൻ നിക്കോബാർ എവിടെ വരുന്നത്? വെസ്റ്റ് ബംഗാളിൻ്റെ കീഴിലാണ്. ഇത് കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് മാത്രമല്ല, ചില സ്റ്റേറ്റുകൾക്കും അങ്ങനെ വരുന്നുണ്ട്. സം സ്റ്റേറ്റ്സ്, ഫോർ എക്സാമ്പിൾ ഗോവ കംസ് അണ്ടർ ദ ജുറിസ്ഡിക്ഷൻ ഓഫ് ബോംബെ ഹൈക്കോർട്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. നോർത്ത് ഈസ്റ്റിൽ ഇതുണ്ട്. പഞ്ചാബിനും ഹരിയാനയ്ക്കും ഒരു ഹൈക്കോടതിയാണ്. അപ്പോൾ ഓൾ ടുഗെദർ ഇന്ന് 25 കാലക്രമേണ മാറാം. പുതിയ ഹൈക്കോടതി വരുമ്പോൾ നിങ്ങളുടെ ഇൻഫർമേഷൻ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇന്ത്യയിലെ ഏറ്റവും പഴയ ഹൈക്കോടതി ഇന്ത്യൻ ഹൈക്കോർട്ട്സ് ആക്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസ്സാക്കിയ വർഷം 1861. നിങ്ങൾ ഓർത്തിരിക്കുക, ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ 3 പ്രധാനപ്പെട്ട പ്രസിഡൻസീസ് ഏതൊക്കെയായിരുന്നു? 1 കൽക്കട്ട പ്രസിഡൻസി, 2 ബോംബെ പ്രസിഡൻസി, 3 മദ്രാസ് പ്രസിഡൻസി. അപ്പോൾ ഇവരുടെ ഈ റീഫോംസ് ഒക്കെ ആദ്യം വരുന്നതും ഈ 3 പ്രസിഡൻസികളിലായിരിക്കും. ആദ്യത്തെ 3 ഹൈക്കോടതികൾ ഏതൊക്കെയാണ്? കൽക്കട്ട, ബോംബെ, മദ്രാസ്. ആദ്യത്തെ 3 യൂണിവേഴ്സിറ്റികൾ എവിടെയാണ്? കൽക്കട്ട, ബോംബെ, മദ്രാസ്. അങ്ങനെ ഓർത്തിരുന്നാൽ മതി, കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. 1861 ഈ ആക്ട് പ്രകാരം ഇന്ത്യയിൽ ആദ്യം നിലവിൽ വന്ന ഹൈക്കോടതി അന്നത്തെ ബ്രിട്ടീഷിന്റെ പവർ സെന്റർ ആയിരുന്ന കൽക്കട്ടയിൽ വന്ന കൽക്കട്ട ഹൈക്കോർട്ടാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 3 എണ്ണം ഏതൊക്കെയാണ്? കൽക്കട്ട, ബോംബെ, മദ്രാസ് ആണ്. 1862 നിലവിൽ വന്നത്. അന്ന് കൽക്കട്ടയിലുണ്ടായിരുന്ന ഫോർട്ട് വില്യത്തിന് ബേസ് ചെയ്ത് ദ ജുഡിക്കേച്ചർ ഓഫ് ഫോർട്ട് വില്യം എന്നുള്ള പേരിലാണ് വന്നത്. ഹൈക്കോർട്ട് ഓഫ് കൽക്കട്ട ഇസ് ദ ഓൾഡസ്റ്റ് ഹൈക്കോർട്ട് ഇൻ ഇന്ത്യ. ക്ലിയർ ആണല്ലോ. ഏറ്റവും പുതിയത് ഏതാണ്? ഏറ്റവും പുതിയത് നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞു ആന്ധ്രാപ്രദേശ് ആൻഡ് തെലങ്കാന ഹൈക്കോർട്ട്സ്. അവരാണ് ഏറ്റവും പുതിയത്. കാരണം സ്റ്റേറ്റ് വിഭജിച്ച് പുതിയൊരു സ്റ്റേറ്റ് വന്നു, അതിന് ഹൈക്കോടതി ആവശ്യമാണ്. ക്ലിയർ ആണല്ലോ. ഓൺലി ദ ഡാഷ് ക്യാൻ മേക്ക് ദ പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ ഇന്ന് പ്രഖ്യാപിക്കാൻ പറ്റുന്ന ആർക്കാണ്? അപ്പോൾ നിങ്ങൾക്ക് പലർക്കും സംശയം ഉണ്ടാകും. കാരണം വാർത്തയിലൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഇന്ത്യയിൽ റിയൽ പവർ സെന്റർ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ പ്ലസ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണെങ്കിലും
ഇവരൊക്കെ തീരുമാനമെടുക്കുന്നത് ഈ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റിൻ്റെ പേരിലാണ്. ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആരാണ്? പ്രസിഡൻ്റാണ്. അപ്പോൾ ആർട്ടിക്കിൾ 352 പറയുന്ന നാഷണൽ എമർജൻസി ആയിക്കോട്ടെ, 356 പറയുന്ന സ്റ്റേറ്റ് എമർജൻസി അല്ലെങ്കിൽ പ്രസിഡൻസ് റൂൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ 360 പറയുന്ന ഫിനാൻഷ്യൽ എമർജൻസി ആയിക്കോട്ടെ, ഈ 3 എമർജൻസിയും ഡിക്ലെയർ ചെയ്യാൻ ഒരേ ഒരു വ്യക്തിക്കാണ് അവകാശമുള്ള. ആ വ്യക്തി ആരാണ്? നൺ അതർ ദാൻ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഡിക്ലെയർ ചെയ്തതിന് ശേഷം പാർലമെന്റ് അതിനെ അപ്രൂവ് ചെയ്യണം എന്നൊരു പ്രൊസീജിയർ ഉണ്ട്. പക്ഷേ ആരാണ് ഡിക്ലെയർ ചെയ്യുന്നത്? പ്രൈം മിനിസ്റ്റർ അല്ല, പാർലമെന്റ് അല്ല, ഹോം മിനിസ്റ്റർ അല്ല, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവർണർ അല്ല. ആരാണ്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. 3 ഫോം ഓഫ് എമർജൻസി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഈ 3ഉം ഡിക്ലെയർ ചെയ്യാൻ ഒരേ ഒരു വ്യക്തിക്കാണ് അവകാശമുള്ളൂ. ആരാണ്? ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Which subsection of fundamental duties talks about the duty to cherish and follow the noble ideals that inspired our national struggle for freedom? സിമിലർ ചോദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. പിന്നെ വീണ്ടും എന്തിനാണ് ഒരേ മോഡൽ ചോദ്യം എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ പറ്റി നമ്മളെല്ലാവരും പഠിക്കുന്ന കാര്യമാണ്. 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് പ്രകാരം 10 എണ്ണം ആഡ് ചെയ്തു, 11ാമത്തെ ആഡ് ചെയ്തു. ഏത് അമെൻമെന്റ് പ്രകാരം? ഇവിടെ തന്നിട്ടുണ്ട്. 11ാമത്തെ അമെൻമെന്റ് ആഡ് ചെയ്തു. നിങ്ങൾക്ക് കാണാമോ? 86th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് പ്രകാരം ആഡ് ചെയ്തു 11ാമത്തെ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2002 അടൽ ബിഹാരി വാജ്പേയി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ GDക്ക് അവർ ചോദിക്കുന്ന പാറ്റേൺ ശ്രദ്ധിച്ചോ? A to K വരുന്ന ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ അതിൻ്റെ ഓർഡറിലാണ് ചോദിക്കുന്നത്. എയിൽ പറയുന്നത്, സബ് ക്ലോസ് എയിൽ പറയുന്നത്, ബിയിൽ പറയുന്നത്, സിയിൽ പറയുന്നത്. എയിൽ എന്താ പറയുന്നത്? ടു അബൈഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ, റെസ്പെക്ട് നാഷണൽ ഫ്ലാഗ്, നാഷണൽ ആന്തം. 2 നമ്മുടെ ചോദ്യം സബ് ക്ലോസ് ബിയിൽ പറയുന്നത് ടു ചെറിഷ് ആൻഡ് ഫോളോ ദ നോബിൾ ഐഡിയൽസ് ദാറ്റ് ഇൻസ്പയർഡ് ദ നാഷണൽ സ്ട്രഗിൾ ഫോർ ഫ്രീഡം. സ്വാതന്ത്ര്യ സമരത്തിന് നമ്മളെ ഇൻസ്പയർ ചെയ്ത നമ്മളുടെ കുറേ വാല്യൂസ് ഉണ്ട്. ആ വാല്യൂസിനെ, ആ മെമ്മറീസിനെ ചെറിഷ് ചെയ്യുക, റെസ്പെക്ട് ചെയ്യുക. അത് പറയുന്നത് സബ് സെക്ഷൻ ബി. അപ്പോൾ എത്ര ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട്? 11 എണ്ണം. ഏതൊക്കെ അമെൻമെന്റ് ആണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആയിട്ട് റിലേറ്റ് ആയിട്ടുള്ളത്? 42nd അമെൻമെന്റ് ആക്ട് 1976ഉം 86th അമെൻമെന്റ് ആക്ട് 2002ഉം. ഒന്ന് ഇന്ദിരാഗാന്ധി, ഒന്ന് അടൽ ബിഹാരി വാജ്പേയി. ഓക്കെ ആണല്ലോ? അപ്പോൾ വീണ്ടും പറയുകയാണ്, ഈ 11 എണ്ണം അതിൻ്റെ ഓർഡറിൽ പഠിച്ചിരിക്കണം. തീർച്ചയായിട്ടും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ നിന്ന് ലഭിക്കും. ഓക്കെ, അടുത്ത ചോദ്യം. ദ ഡാഷ് 2019 is an act of the Parliament of India criminalizing triple talaq. 2019 ഒരു വലിയൊരു ഡിസ്കഷൻ ആയിരുന്നു ട്രിപ്പിൾ തലാഖ്, ബാൻ ഓഫ് ട്രിപ്പിൾ തലാഖ്. സുപ്രീം കോടതിയിൽ കേസ് പോയി, സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് വന്നു. അങ്ങനെ അത്യാവശ്യം കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസായിരുന്നു 2019 ആക്ട്. അപ്പോൾ ഇവർ ചോദിക്കുന്നത് സ്റ്റാറ്റിക് ആയിട്ടുള്ള പോളിറ്റി ഭാഗത്തു നിന്ന് മാത്രമല്ല, 2023 പരീക്ഷയിൽ 2019 പാസ്സാക്കിയ ഒരു അമെൻമെന്റിനെ പറ്റിയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഏതൊക്കെ ഏരിയയിൽ നിന്നും ചോദ്യം ചോദിക്കാം. പ്രധാനമായിട്ടുള്ള അമെൻമെന്റുകൾ കഴിഞ്ഞ 4-5 വർഷത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് IPC, ഇന്ത്യൻ പീനൽ കോഡ്, CRPC, ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, CPC ഇല്ല, CRPC, പിന്നെ ഇന്ത്യൻ എവിഡൻസ് ആക്ട്. ഈ കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ് പുതിയ ബില്ല് വെച്ചിട്ട്. ഭാരതീയ ന്യായ സംഹിത തുടങ്ങിയ പേരിൽ അത് അറിയപ്പെടും. അപ്പോൾ ഇവർ വരുമ്പോൾ, ഇങ്ങനെയുള്ള മാറ്റങ്ങൾ പ്രപ്പോസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ പുതിയ പ്രപ്പോസ് ചെയ്ത ബില്ലുകളിൽ നിന്നും, ആക്റ്റായ ബില്ലുകളിൽ നിന്നും നിങ്ങളോട് ചോദ്യം ചോദിക്കാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. ചോദ്യത്തിലേക്ക് വരാം. ഈ ട്രിപ്പിൾ തലാഖിനെ നിരോധിച്ച ആ ആക്ടിൻ്റെ പേര് മുസ്ലിം വുമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ മാരേജ് ആക്ട് 2019. മുസ്ലിം വുമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാരേജ് ആക്ട് 2019. അപ്പോൾ ട്രിപ്പിൾ തലാഖ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു റിലീജിയസ് പ്രാക്ടീസാണ് ട്രിപ്പിൾ തലാഖ്. മോഡേൺ പല രാജ്യങ്ങളിലും കണ്ടുവരാത്തൊരു പ്രാക്ടീസാണ് ട്രിപ്പിൾ തലാഖ്. ട്രിപ്പിൾ തലാഖിനെ ഇവർ ഇൻസ്റ്റന്റ് ആയിട്ട് ബാൻ ചെയ്തു. ഇറ്റ് ഡിക്ലെയർഡ് ദ ഇൻസ്റ്റന്റ് ഡിവോഴ്സ് അണ്ടർ ട്രിപ്പിൾ തലാഖ് ആസ് വോയിഡ് ആൻഡ് ഇല്ലീഗൽ. അത് ട്രിപ്പിൾ തലാഖ് എന്ന് പറയുന്ന സാധനം വോയിഡാണ്. ത്രൂ ട്രിപ്പിൾ തലാഖ് നിങ്ങൾക്ക് ഡിവോഴ്സ് ചെയ്യാൻ പറ്റുകയില്ല, അത് ഇല്ലീഗലാണ്. ഇനി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ ഇംപ്രിസൺമെന്റ് ഫോർ എ ടൈം അപ് ടു 3 years ആൻഡ് ഫൈൻ ടു ദ ഹസ്ബൻഡ് ഹു പ്രാക്ടീസ്ഡ് ഇൻസ്റ്റന്റ് ട്രിപ്പിൾ തലാഖ്. അതായത് 3 തലാഖ് ചൊല്ലി ഒരു വ്യക്തി ആ വ്യക്തിയുടെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഈ നിയമപ്രകാരം അത് വാലിഡ് അല്ല, ആ ഡിവോഴ്സ് വാലിഡ് അല്ല. 2, ഒരു വ്യക്തി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയെ 3 വർഷം വരെ തടവിലിടാനും തക്കതായ ഒരു പിഴ, ഒരു എമൗണ്ട് ശിക്ഷയായിട്ട് കൊടുക്കാനും സാധിക്കും. ഏത് നിയമപ്രകാരം? മുസ്ലിം വുമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ മാരേജ് ആക്ട് 2019. ക്ലിയർ ആണല്ലോ? 2019. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇതൊരു ചോദിച്ചിട്ടുള്ളതിൽ വെച്ച് അത്യാവശ്യം ഒരു വെറൈറ്റി ചോദ്യമാണ്. കാരണം സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് പോലെയാണ്.
നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ആർട്ടിക്കിൾ 279A എന്ന് പറയുമ്പോൾ പിന്നീട് ആഡ് ചെയ്യപ്പെട്ടതാണ്. നിങ്ങൾ വീണ്ടും പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 279A ഡീൽസ് വിത്ത് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് കൗൺസിൽ. GST കൗൺസിൽ ഈസ് നൗ എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. ഭരണഘടനയിൽ പരാമർശിക്കുന്ന ഒരു ബോഡിയാണ്. അണ്ടർ വിച്ച് ആർട്ടിക്കിൾ? ഏത് ആർട്ടിക്കിളാണ്? 279A. അപ്പോൾ എൻ്റെ അടുത്ത് വരിക GST ആഡ് ചെയ്തത്, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആഡ് ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതി വെച്ചാണ്, ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വെച്ചാണെന്ന് നമ്മളുടെ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ GST കൗൺസിൽ നിങ്ങൾ പലപ്പോഴും വാർത്തയിൽ കേട്ടിട്ടുണ്ടാവും. കേന്ദ്രമന്ത്രി, കേന്ദ്ര ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ GST കൗൺസിൽ വിളിച്ചു ചേർത്തു. സ്റ്റേറ്റുകൾ അംഗീകരിക്കുന്നില്ല, കേരളം ഒപ്പോസ് ചെയ്തു, പുതിയ ടാക്സ് ലാബ് എന്നൊക്കെ വന്നു എന്നൊക്കെ. അപ്പോൾ GST കൗൺസിലിലെ മെമ്പേഴ്സ് ആരൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ആർട്ടിക്കിൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ആർട്ടിക്കിൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ യാതൊരു മാറ്റവും കൂടാതെ കോപ്പി പേസ്റ്റ് ചെയ്താണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഷാൽ കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് മെമ്പേഴ്സ്, നെയിംലി A, the Union Finance Minister as the chairperson. യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ, ആ ഓർഡർ പോലും മാറ്റിയിട്ടില്ല എന്നുള്ളതാണ്. 2, the Union Minister of State in charge of revenue or finance as the member. യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻ ചാർജ് ഓഫ് റവന്യൂ ഓർ ഫിനാൻസ്, ഒരു മാറ്റം വരുത്തിയിട്ടില്ല. 3, the minister in charge of finance or taxation or any other minister nominated by each state government. The minister in charge of finance or taxation or any other minister nominated by the state government. യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള യാതൊരു എലമെൻറ്റും ഇവിടെ ഇല്ല. ഈ ആർട്ടിക്കിൾ ഒരു തവണ വായിച്ച കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തികൾക്ക് അറിയാം. എന്ത്? ഒന്ന്, നമ്മുടെ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും അതിൻ്റെ ചെയർപേഴ്സൺ. ആരാണോ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ, ഡിഫാക്റ്റോ അവർ GST കൗൺസിലിലെ ചെയർപേഴ്സൺ ആവും. പിന്നെ കേന്ദ്ര സഹമന്ത്രി ഉണ്ടാവും. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്ന അല്ലെങ്കിൽ റവന്യൂ ഹാൻഡിൽ ചെയ്യുന്ന മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഉണ്ടാവും. അവർ ഒരു മെമ്പർ ആയിരിക്കും. 2, ഓരോ സ്റ്റേറ്റിൻ്റെയും റെപ്രസെൻറ്റേറ്റീവായിട്ട് ആ സ്റ്റേറ്റിൻ്റെ ഫിനാൻസ് മിനിസ്റ്റർ അല്ലെങ്കിൽ ഫിനാൻസ് മിനിസ്റ്ററിന് പോകാൻ അസൗകര്യമുണ്ടെങ്കിൽ അവർ ആ സ്റ്റേറ്റ് നോമിനേറ്റ് ചെയ്ത മറ്റൊരു മിനിസ്റ്റർ, അങ്ങനെ കേന്ദ്രത്തിൻ്റെ 2 പ്രതിനിധികളും പിന്നെ ഈ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഫിനാൻസ് മിനിസ്റ്ററും അല്ലെങ്കിൽ അവരുടെ നോമിനീസ് ആയിട്ടുള്ള മറ്റേതെങ്കിലും മിനിസ്റ്ററും കൂടെയാണ് GST കൗൺസിലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. 1, 2, 3 ഓൾ ആർ കറക്റ്റ്. ഓപ്ഷൻ സി. അടുത്തത് നമ്മുടെ ഭരണഘടനയെ പറ്റി പല വ്യക്തികൾ പ്രിയാമ്പിൾ ഈസ് ദ കീ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി SSC, CGL, SSC, GD എല്ലാ പരീക്ഷകളിലും ചോദിക്കും. എന്താണ്? ആരാണ് ഭരണഘടനയുടെ ആമുഖത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞത്? ആരാണ് ഭരണഘടനയുടെ ഈ ആർട്ടിക്കിൾ ഭരണഘടനയുടെ സോളാണെന്ന് പറഞ്ഞത്? തുടങ്ങി കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതലാണ് ഫ്രീക്വൻ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന വ്യക്തിയാണ് none other than B.R. Ambedkar, the father of the Indian Constitution. Who among the following are termed right to constitutional remedy as a soul of the Constitution? Right to constitutional remedy എന്താണ്? നിങ്ങളുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാം. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്ന, കോടതിയെ സമീപിക്കാം എന്ന് പറയുന്ന ആ അവകാശത്തിന് തന്നെ ഫണ്ടമെന്റൽ റൈറ്റ് ആക്കിയിട്ടുണ്ട്. ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 32, ആർട്ടിക്കിൾ 32 പറയുന്നത്. ഈ ആർട്ടിക്കിൾ 32 ഈസ് ദ സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആത്മാവാണ്. അതായത് എന്താ പറയുക, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എല്ലാമായിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 32 എന്ന് പറഞ്ഞ വ്യക്തി none other than B.R. അംബേദ്കർ. അപ്പോൾ ആർട്ടിക്കിൾ 32 എന്താ പറയുന്നത്? റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കോടതിയെ സമീപിക്കാം. കേട്ടോ? അപ്പോൾ നിങ്ങളങ്ങനെ കോടതിയെ സമീപിക്കുമ്പോൾ കോടതിയുടെ റിട്ട് ജുറിസ്ഡിക്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാം. കോടതിയുടെ റിട്ട് ജുറിസ്ഡിക്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. സുപ്രീം കോടതിയുടെ റിട്ട് ജുറിസ്ഡിക്ഷൻ, ഹൈക്കോടതിയുടെ റിട്ട് ജുറിസ്ഡിക്ഷൻ, പലതരം റിട്ടുകൾ പറഞ്ഞപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻഡെപ്ത് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഇത്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പിന്നെ കോ വാറണ്ടോ, സെഷ്വറാറി, പ്രൊഹിബിഷൻ, ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാം കണക്റ്റഡ് ആയിട്ടാണ് അവർ ചോദിക്കുന്നത്. ഓർത്തിരിക്കുക. അംബേദ്കർ പറഞ്ഞ, ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കാറുള്ള ഭരണഘടനയെ പറ്റി പറഞ്ഞ മറ്റൊരു കോട്ടാണ്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് നോട്ട് എ മിയർ ലോയേഴ്സ് ഡോക്യുമെന്റ്. ഓക്കെ, ഇറ്റ് ഈസ് എ വെഹിക്കിൾ ഓഫ് ലൈഫ് ആൻഡ് ഇറ്റ് സ്പിരിറ്റ് ഈസ് ഓൾവേസ് ദ സ്പിരിറ്റ് ഓഫ് ഏജ്. ഇന്ത്യൻ ഭരണഘടനയോടുള്ള ഏറ്റവും വലിയ ക്രിറ്റിസിസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇപ്പോൾ വായിച്ചാൽ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ, ഭരണഘടന എഴുതി ഉണ്ടാക്കിയ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ കൂടുതൽ ലോയേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് അത് ലോയേഴ്സ് ഡോക്യുമെൻ്റ് ആണ്, സാധാരണക്കാരന് മനസ്സിലാവില്ല എന്നൊരു ക്രിറ്റിസിസം വന്നിരുന്നു. അതിനെതിരെ അംബേദ്കർ പറഞ്ഞതാണ്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് നോട്ട് എ മിയർ ലോയേഴ്സ് ഡോക്യുമെന്റ്, ഇറ്റ് ഈസ് എ വെഹിക്കിൾ ഓഫ് ലൈഫ്
ആൻഡ് ഇറ്റ്സ് സ്പിരിറ്റ് ഈസ് ഓൾവേസ് ദ സ്പിരിറ്റ് ഓഫ് ഏജ്. അതായത് കാലത്തിനനുസരിച്ച് മാറാനുള്ള ഒരു എബിലിറ്റി, ആ ഒരു ഫ്ലെക്സിബിലിറ്റി നമ്മുടെ ഭരണഘടനയ്ക്ക് ഉണ്ട് എന്ന് അംബേദ്കർ പറഞ്ഞു. അത് സത്യമാണ്. കാരണം ഇന്ത്യൻ ഭരണഘടന 1950 അഡോപ്റ്റ് ചെയ്തതിന് ശേഷം ഇന്ന് 2024 നിൽക്കുമ്പോൾ, ഏകദേശം 75 വർഷം എത്തി നിൽക്കുമ്പോൾ, നമ്മുടെ ഭരണഘടന 106 തവണയാണ് അമെൻഡ് ചെയ്തിട്ടുള്ളത്. കാരണം ഈ 106 തവണ അമെൻഡ് ചെയ്യാൻ കാരണം എന്താണ് കാരണം? കാലത്തിനനുസരിച്ച് വരുന്ന മാറ്റങ്ങൾ നമ്മുടെ ഭരണഘടനയിലേക്ക് ഉൾക്കൊള്ളിക്കാൻ. 106ാമത്തെ അമെൻമെൻറ്റ് ഏതാണ് പറഞ്ഞേ? വുമൻസ് റിസർവേഷൻ ബിൽ. അറ്റ്ലീസ്റ്റ് 100 മുതൽ 106 വരെയുള്ള അമെൻമെൻറ്റുകൾ നിങ്ങൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം. 100 മുതൽ 106 വരെയുള്ള, 1 മുതൽ 100 വരെയുള്ളതിൽ കുറേ പ്രധാനപ്പെട്ട അമെൻമെൻറ്റ് ഉണ്ട്. ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട്, 7th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട്, 42nd, 44th, 86th, അങ്ങനെ കുറേ പ്രധാനപ്പെട്ട അമെൻമെൻറ്റുകളുണ്ട്. അതുകൂടാതെ 100 മുതൽ 106 വരെ, ഏറ്റവും അവസാനത്തേത് 106ാമത്തേതാണ്. അതും ഓർത്തിരിക്കുക. ഓക്കെ, ഏറ്റവും അവസാനത്തേത് 106ാമത്തേതാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇൻ ആന്ധ്രാപ്രദേശ് ഹൂ ഈസ് ദ ചെയർമാൻ ഓഫ് ദ സ്റ്റേറ്റ് ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി? ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും ഇതൊരു ആന്ധ്രാപ്രദേശിൻ്റെ ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 പരീക്ഷയല്ല, SSC പരീക്ഷയാണ്. പിന്നെ എന്തിനാണ് ആന്ധ്രാപ്രദേശ് അസംബ്ലിയിലെ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചതെന്ന്? ഇത് ആന്ധ്രാപ്രദേശിനെ പറ്റി ചോദിക്കുന്നതല്ല. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ലോകസഭയുടെ ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ എന്ന് പറയുന്ന വ്യക്തിയായിരിക്കും ലോകസഭയുടെ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയുടെ ഡിഫാക്ടോ ചീഫ്. മനസ്സിലായല്ലോ? ഡിഫാക്ടോ ചെയർപേഴ്സൺ. സെയിം സാധനം സ്റ്റേറ്റിലേക്ക് അപ്ലൈ ചെയ്യുക. whoever is the speaker of a state legislative assembly, that person automatically becomes the chair of the state business advisory committee. ഇപ്പോൾ കേരള അസംബ്ലിയുടെ സ്പീക്കർ ആരാണ്? AN ഷംസീർ ആണ്. അപ്പോൾ ഈ AN ഷംസീർ എന്ന് പറയുന്ന വ്യക്തി ഓട്ടോമാറ്റിക്കലി ഹിൽ ബിക്കം ദ ചെയർമാൻ ഓഫ് കേരള സ്റ്റേറ്റ് ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി. മറ്റ് 2 കമ്മിറ്റികളോട് അറിഞ്ഞിരിക്കുക. സ്പീക്കർ ഓഫ് ലോക്സഭ ഓർ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, 2 കേസിലും ആപ്ലിക്കബിൾ ആണ്. വിൽ ബിക്കം ദ ചെയർപേഴ്സൺ ഓഫ് ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി. നമ്മൾ പറഞ്ഞു 2 റൂൾസ് കമ്മിറ്റി, 3 ജനറൽ പർപ്പസ് കമ്മിറ്റി. അപ്പോൾ നാളെ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്, പഞ്ചാബിലെ സ്റ്റേറ്റ് ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആ വ്യക്തിയുടെ പേരല്ല അവിടെ ചോദിച്ചിട്ടുള്ളത്, അവരുടെ ഡെസിഗ്നേഷൻ ആണ് തന്നിട്ടുള്ളത്. ദ ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് ആണോ? അല്ല. ദ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ദ സ്റ്റേറ്റ് ആണോ? അല്ല. ദ സ്പീക്കർ ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആണ് കറക്റ്റ് ഉത്തരം. ചീഫ് മിനിസ്റ്ററും അല്ല. ഉത്തരം ഓപ്ഷൻ സി. അടുത്ത ആർട്ടിക്കിളിലേക്ക് പോവാം. റൂൾ ഓഫ് ലോ. എന്താണ് റൂൾ ഓഫ് ലോ? നമ്മൾ ഡൈസിയുടെ റൂൾ ഓഫ് ലോ എന്നൊക്കെ ഉണ്ട്. റൂൾ ഓഫ് ലോ അല്ലെങ്കിൽ നിയമവാഴ്ച എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നിയമം ഒരു രാജ്യത്തുണ്ടെങ്കിൽ, ഡെമോക്രസിയിലുണ്ടെങ്കിൽ, ഒരു ജനാധിപത്യത്തിലുണ്ടെങ്കിൽ ആ നിയമത്തിന് മുകളിൽ ആരുമില്ല, താഴെ ആരുമില്ല. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. നിങ്ങളുടെ ജാതി, മതം അല്ലെങ്കിൽ നിങ്ങളുടെ എക്കണോമിക് സ്റ്റാറ്റസ് ഇതൊന്നും വച്ച് നിയമത്തിന് നിങ്ങൾ തമ്മിൽ എന്താ പാർഷ്യാലിറ്റി കാണിക്കാൻ പറ്റില്ല. റിയാലിറ്റിയിൽ അത് എത്രത്തോളം നടക്കുന്നു എന്നുള്ളത് ക്വസ്റ്റ്യനബിൾ ആണ്. എന്നിരുന്നാലും ഓൺ പേപ്പർ അങ്ങനെയാണ് പറയുന്നത്. ആർട്ടിക്കിൾ 14 എന്താ പറയുന്നത്? ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. ആ റൂൾ ഓഫ് ലോ ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് എനി ഡാഷ് വിച്ച് മീൻസ് ദാറ്റ് നോ പേഴ്സൺ ഈസ് എബോവ് ദ ലോ. ഇത് ഒന്നും അറിയാത്ത കുട്ടിക്ക് എഴുതാൻ പറ്റും. കമ്മ്യൂണിസം, ഓട്ടോക്രസി, ഡെമോക്രസി, ഡിക്റ്റേറ്റർഷിപ്പ്. ഓട്ടോക്രസി, ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഏകാധിപത്യം. ജനാധിപത്യം എന്നൊരു കോൺസെപ്റ്റ് ഇല്ല. ജനാധിപത്യം ഇല്ലാത്തിടത്ത്, ഒരു വ്യക്തി ഭരിക്കുന്നിടത്ത് നമുക്ക് റൂൾ ഓഫ് ലോ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. വി ക്യാൻ എലിമിനേറ്റ്. കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ഐഡിയോളജി ആയിട്ട് വന്നു കഴിഞ്ഞാൽ കമ്മ്യൂണിസത്തിൻ്റെ എൻഡ് ഓഫ് ദ ഡേ കമ്മ്യൂണിസം എന്താണ്? റൂൾ ബൈ ദ പീപ്പിൾ ആണ്. സ്റ്റേറ്റ്ലെസ് സൊസൈറ്റിയാണ് കമ്മ്യൂണിസം എന്ന് പറയുന്ന സാധനം എൻവിസാജ് ചെയ്യുന്നത്. ലോകത്ത് ഒരു സ്ഥലത്തും അങ്ങനെ സ്റ്റേറ്റ്ലെസ് സൊസൈറ്റിയിലേക്ക് എത്തിയിട്ടില്ല. ഈവൻ റഷ്യയിൽ പോലും ആഫ്റ്റർ റഷ്യൻ റെവല്യൂഷൻ സ്റ്റേറ്റ്ലെസ് സൊസൈറ്റിയിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഒരിക്കലും റൂൾ ഓഫ് ലോയോ അല്ലെങ്കിൽ ഡെമോക്രസി അല്ലെങ്കിൽ ജനാധിപത്യം അല്ലെങ്കിൽ തുല്യത എന്നുള്ള കാര്യങ്ങളൊന്നും അല്ല കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ആശയത്തിൽ വരുന്നത്. അപ്പോൾ ഉത്തരം എന്താണ്? ഡെമോക്രസി. കേട്ടോ, ഞാൻ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റുകളെ പറ്റിയല്ല. ഡെമോക്രസിയിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി ഫോളോ ചെയ്യുന്ന ഗവൺമെൻറ്റുകൾ വരാം. ഉദാഹരണത്തിന് കേരള ഗവൺമെൻറ് ഇന്ന് ഭരിക്കുന്നത് ആരാണ്? CPIM നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണിയാണ്. കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ആണ്, പക്ഷേ ദേ ആർ പാർട്ട് ഓഫ് എ ഡെമോക്രസി. അവിടെ എന്ത് വരാം? റൂൾ ഓഫ് ലോ വരാം. ക്ലിയർ ആണല്ലോ? റൂൾ ഓഫ് ലോ വരാം. റൂൾ ഓഫ് ലോ ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് എനി ഡെമോക്രസി. It means that no person is above the law. There cannot be any distinction between a political leader, government official and an ordinary citizen. ആർക്കും അവരവരിയ്ക്കുന്ന മറ്റു കാര്യങ്ങൾ കൊണ്ട് ഒരു നിയമത്തിന് മുന്നിൽ ഒരു പ്രിവിലേജ് കിട്ടരുത്. ഓക്കെ, ക്ലിയർ ആണല്ലോ?
അടുത്തത് ആസ് ഓൺ ഏപ്രിൽ 2021 ഹൗ മെനി സ്റ്റേറ്റ്സ് ഹാവ് എ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. നമുക്കറിയാം പാർലമെന്റിൽ എത്ര ഹൗസുകളുണ്ട്? 2 ഹൗസുകളുണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ. ലോക്സഭ ഹൗസ് ഓഫ് ദി പീപ്പിൾ, രാജ്യസഭ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. ലോക്സഭ ലോവർ ഹൗസ്, രാജ്യസഭ അപ്പർ ഹൗസ്. ഇതേ പാറ്റേൺ, ഈ ബൈക്യാമറലിസം, 2 ഹൗസുകളുള്ള സാധനം ചില സ്റ്റേറ്റുകൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ആസ് ഓഫ് 2021 അല്ലെങ്കിൽ ആസ് ഓഫ് ടുഡേ 6 സംസ്ഥാനങ്ങളിലാണ് ഈ ഒരു 2 ലെവൽ ഓഫ് പാർലമെന്റ്, ഈ 2 ലെവൽ ഓഫ് ലെജിസ്ലേച്ചർ ഉള്ളത്. ഏതൊക്കെയാണ് 6 സ്റ്റേറ്റുകൾ? ഉത്തരം 6 ആണ്, 6 ആണ്. ഏതൊക്കെയാണ് ഈ 6 സ്റ്റേറ്റുകൾ? ഈ 6 സ്റ്റേറ്റുകൾ നമ്മുടെ നെയ്ബേഴ്സ് ആയിട്ടുള്ള, നെയ്ബേഴ്സ് ഇൻ ദ സെൻസ് സൗത്ത് ഇന്ത്യയിലാണ് പറഞ്ഞത്, സദേൺ പാർട്ട് ഓഫ് ഇന്ത്യ, ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാന. ഈ 3 ഓർത്തിരിക്കുക. സൗത്ത് ഇന്ത്യയിൽ തന്നെ 3 സ്റ്റേറ്റുകളാണ് ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാന. കേരളത്തിനും തമിഴ്നാടിനുമാണ് ഇല്ലാത്തത്. മുകളിലേക്ക് പോകുമ്പോൾ മഹാരാഷ്ട്ര, ബീഹാർ ആൻഡ് ഉത്തർപ്രദേശ്. ബീഹാർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്രയാണ് 3 മുകളിൽ. താഴേക്ക് വരുമ്പോഴത്തേക്കും ആന്ധ്രാപ്രദേശ്, തെലങ്കാന, പിന്നെ കർണാടക. തമിഴ്നാടിനില്ല, കേരളത്തിനില്ല. തമിഴ്നാടിന് ഒരു കാലത്തുണ്ടായിരുന്നു, ജയലളിതയുടെ സമയത്ത് അവരത് ഒഴിവാക്കി. കരുണാനിധിയുടെ സമയത്ത് അവർ തിരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ ഓരോ വ്യക്തി മന്ത്രിയാകുമ്പോൾ അവരുടെ കാഴ്ചപ്പാടിനനുസരിച്ച് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം, വേണമെങ്കിൽ അത് മാറ്റാം. പക്ഷേ അതിൽ പാർലമെൻറ്റിന് ഒരു പങ്കുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ ഇൻഡെപ്തായിട്ട് പറയുന്നില്ല, നമ്മുടെ പോളിറ്റി ക്ലാസ്സുകളിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കാം. ഈ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു വാട്ട് ഈസ് വിധാൻ പരിഷത്ത്. ലോവർ ഹൗസിനെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയെ വിളിക്കുന്നത് വിധാൻ സഭ എന്നാണ്. ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ, അപ്പർ ഹൗസിനെ, രാജ്യസഭയ്ക്ക് തുല്യമായ ഒരു ഏകദേശം തുല്യമെന്ന് പറയാം, ആ ഒരു അപ്പർ ഹൗസിനെ, ലെജിസ്ലേറ്റീവ് കൗൺസിലിനെ വിളിക്കുന്നത് വിധാൻ പരിഷത്ത് എന്നാണ്. ഇത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് ഇതെങ്ങനെ ഫോം ചെയ്യണം, എങ്ങനെ അബോളിഷ് ചെയ്യണം, വീണ്ടും എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന്. അത് ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്, വ്യക്തമായിട്ട് ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. ഏത് ആർട്ടിക്കിളാണ് പറഞ്ഞിട്ടുള്ളത്? ആർട്ടിക്കിൾ 169. ആർട്ടിക്കിൾ 169 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദ ക്രിയേഷൻ ആൻഡ് അബോളിഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് വിധാൻ പരിഷത്ത്. ഓക്കെ, ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, when was the Supreme Court of India inaugurated? When was the Supreme Court of India inaugurated? Supreme Court of India inaugurate ചെയ്ത വർഷം നിങ്ങൾ തെറ്റിക്കാൻ ചാൻസ് കൂടുതലാണ്. പക്ഷെ നിങ്ങൾക്ക് 1950 എന്നൊരു ദിവസം ഓർമ്മയുണ്ടെങ്കിൽ, ഒരു വർഷം ഓർമ്മയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓപ്ഷനിലേക്ക് പോകും. കാരണം വേറെ 1950 ഒരു ഓപ്ഷൻ ഇല്ല. പക്ഷേ 26 ജാനുവരി 1950 തന്നിരുന്നെങ്കിൽ നിങ്ങൾ എയും ഡിയും തമ്മിൽ കൺഫ്യൂസ് ചെയ്തേനെ. എന്തുകൊണ്ടാണ് കൺഫ്യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. ആർട്ടിക്കിൾ 124 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് ദർ ഷാൽ ബി എ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. ആർട്ടിക്കിൾ 124 പ്രകാരം ഇന്ത്യക്ക് ഒരു സുപ്രീം കോടതി വേണം എന്ന് നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭരണഘടന അഡോപ്റ്റ് ചെയ്ത ദിവസം എന്നാണ് നമ്മൾ പറഞ്ഞു. ഇറ്റ് വാസ് അഡോപ്റ്റഡ് ഓൺ 26 നവംബർ 1949. ഇറ്റ് കെയിം ഇൻ ടു എഫക്ട് ഓൺ 26 ജാനുവരി 1950. അപ്പോൾ ആ 26 ജാനുവരി 1950 ഭരണഘടന നിലയിൽ വരുമ്പോൾ ഭരണഘടനയിലെ 124 ആർട്ടിക്കിൾ പറയുന്ന പ്രകാരം ദർ ഷാൽ ബി സുപ്രീം കോർട്ട്. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഓൺ 26 ജാനുവരി 1950 ദ സുപ്രീം കോർട്ട് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. കാരണം എന്താണ്? ആ ദിവസം ഭരണഘടന നിലവിൽ വന്നു. ആ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 124 പ്രകാരം നമുക്കൊരു സുപ്രീം കോർട്ട് വേണം. ദർ ഷാൽ ബി എ സുപ്രീം കോർട്ട്. അപ്പോൾ നമ്മുടെ സുപ്രീം കോർട്ട് നിലവിൽ വന്ന ദിവസം ചോദിച്ചു കഴിഞ്ഞാൽ 26 ജാനുവരി 1950. അതിന് 2 ദിവസത്തിന് ശേഷം ഇറ്റ് വാസ് ഇനാഗുറേറ്റഡ് 28 ജാനുവരി 1950. അപ്പോൾ ഈ സുപ്രീം കോർട്ട് നിലവിൽ വരുന്നതിന് മുന്നേ ബ്രിട്ടീഷുകാരുള്ള സമയത്ത് ഇന്ത്യയിലെ സുപ്രീം കോടതിക്ക് തത്തുല്യമായ ഒരു കോർട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് ചോദിക്കാം ദ ഫെഡറൽ കോർട്ട് ഓഫ് ഇന്ത്യ. നമ്മുടെ അവസാനത്തെ ബ്രിട്ടീഷുകാർ ഇനാക്ട് ചെയ്ത ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിന് മുന്നേ ഇനാക്ട് ചെയ്തൊരു ആക്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. നമ്മുടെ ഭരണഘടനയിൽ ഈ ആക്ടിൽ നിന്ന് നമ്മൾ അഡോപ്റ്റ് ചെയ്ത ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഈ 1935 ആക്ട് പ്രകാരം ദർ ഷാൽ ബി എ ഫെഡറൽ കോർട്ട് ഓഫ് ഇന്ത്യ. 935 ആക്ട് പ്രകാരം 937 നിലവിൽ വന്ന് 950 നമ്മളുടെ ഭരണഘടന നിലവിൽ വന്ന് സുപ്രീം കോർട്ട് വന്ന ദിവസം വരെ ഫെഡറൽ കോർട്ട് ഓഫ് ഇന്ത്യ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. പിന്നീട് പാകിസ്ഥാൻ ഇൻഡിപെൻഡൻ്റ് ആയപ്പോൾ 2 പാകിസ്ഥാൻ്റെ ജുറിസ്ഡിക്ഷൻ വേറൊരു കോർട്ടിലേക്ക് പോയി, കറാച്ചിയിലേക്ക് മാറിയെങ്കിലും ഫെഡറൽ കോർട്ട് ഓഫ് ഇന്ത്യ കണ്ടിന്യൂഡ് അൺടിൽ 1950. പിന്നെ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ചോദ്യമാണ് ഹൂ ഈസ് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അറ്റ് പ്രസന്റ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസിൻ്റെ പേര് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസിൻ്റെ പേര് നിങ്ങൾ അറിഞ്ഞിരിക്കുക. നിങ്ങൾ പലർക്കും അറിയില്ല. ഹരിലാൽ ജക്കിസൻദാസ് കാനിയ. 1950 മുതൽ 1951 വരെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഹരിലാൽ ജക്കിസൻദാസ് കാനിയ. ഹി വാസ് ദ ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ക്ലിയർ ആണല്ലോ?
which was not part of the original Indian constitution that was adopted in the year 1950. ഇന്ത്യൻ ഭരണഘടന അഡോപ്റ്റ് ചെയ്തപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ലായിരുന്ന ആ ഒരു ഫീച്ചർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. എമർജൻസി പ്രൊവിഷൻസ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, DPSP, ഫണ്ടമെന്റൽ റൈറ്റ്സ്. നമുക്കറിയാം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആയിരുന്നു ഇല്ലാതിരുന്നത്. കാരണം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വെർ ലേറ്റർ ആഡഡ് ബൈ ദ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ ദ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട്. ഓക്കെ, 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട്. എമർജൻസി പ്രൊവിഷൻസ് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായിരുന്നു, ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിരുന്നു, ഇന്നും ഭാഗമാണ്. എത്രാമത്തെ പാർട്ടിലാണ് വരുന്നത് പറഞ്ഞേ? പാർട്ട് 18. പാർട്ട് 18ലാണ് എമർജൻസി പ്രൊവിഷൻസ്. പാർട്ട് 18ലാണ് എമർജൻസി പ്രൊവിഷൻസ്. പാർട്ട് 18. ഓപ്ഷൻ ബി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഏത് പാർട്ടിലാണ്? നമ്മൾ പറഞ്ഞു പാർട്ട് 4A ആണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. DPSPs അതിന് തൊട്ട് മുന്നത്തെ പാർട്ട് 4. ഓക്കെ, ഫണ്ടമെന്റൽ റൈറ്റ്സ് അതിന് തൊട്ട് മുന്നത്തെ പാർട്ട് 3. അപ്പം നിങ്ങളോട് വീണ്ടും പറയുകയാണ്, ഈ പറയുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ 25 പാർട്ടുകളിൽ പ്രധാനപ്പെട്ടതെല്ലാം ഓർത്തിരിക്കുക. ഓക്കെ, പാർട്ട് 18ലെ എമർജൻസി പ്രൊവിഷൻസ് വരെ അവർ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തത് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ വാസ് സെറ്റപ്പ് ഇൻ ഡാഷ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഏത് വർഷമാണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ സെറ്റപ്പ് ചെയ്യുന്നത്? നിങ്ങൾ പ്ലാനിംഗ് കമ്മീഷൻ എന്നൊരു ബോഡിയെ പറ്റി കേട്ടിട്ടുണ്ടാവും. ഇന്ന് പ്ലാനിംഗ് കമ്മീഷൻ നിലവിലില്ല. 1950 നിലവിൽ വന്ന പ്ലാനിംഗ് കമ്മീഷനെ 2015 നിതി ആയോഗ് റീപ്ലേസ് ചെയ്തു. ഈ പ്ലാനിംഗ് കമ്മീഷൻ, നിതി ആയോഗ്, അതുപോലെ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ, ഇവരുടെയൊക്കെ കോമൺ ആയിട്ടുള്ള എലമെന്റ്, ദേ ആർ നോട്ട് മെൻഷൻഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് അല്ല. 2, ദേ ആർ നോട്ട് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്. ഒരു സ്റ്റാറ്റ്യൂട്ട് അല്ലെങ്കിൽ ഒരു ആക്ട് പ്രകാരം പാർലമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തതല്ല. ഈ NDC, മുൻ പ്ലാനിംഗ് കമ്മീഷൻ, ഇപ്പോഴത്തെ നിതി ആയോഗ്, ഈ 3 എന്താണ്? എക്സിക്യൂട്ടീവ് ബോഡീസ് ആണ്. അതായത് ഒരു പ്രൈം മിനിസ്റ്റർ പ്ലസ് കൗൺസിൽ ഓഫ് മിനിസ്റ്റർ, അദ്ദേഹം പ്രസിഡന്റിനോട് റിക്വസ്റ്റ് ചെയ്ത് പ്രസിഡന്റിന്റെ ഒരു ഓർഡർ പ്രകാരം നിലവിൽ വന്ന എക്സിക്യൂട്ടീവ് ബോഡീസ് ആണ് ഈ പറയുന്ന NDCയും നിതി ആയോഗും. അപ്പോൾ NDC ഏത് വർഷമാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? NDCയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിലുള്ള പേര് പറയുന്ന പോലെ തന്നെ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലാണ്. ഇന്ത്യയുടെ ഡെവലപ്മെന്റൽ പോളിസീസിനെ ഓൾമോസ്റ്റ് എന്താ പറയുക, കോർഡിനേറ്റ് ചെയ്യുക, അതിനെ സ്ട്രീംലൈൻ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ ഇന്ത്യയുടെ ഡെവലപ്മെന്റ് പോളിസീസ്, അതിനുള്ള റിസോഴ്സ് അലോക്കേഷൻ ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത് ഏത് ബോഡിയായിരുന്നു? 1950 മുതൽ പ്ലാനിംഗ് കമ്മീഷനായിരുന്നു. നമ്മൾ 12ാമത്തെ 5 ഇയർ പ്ലാൻസ് വരെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാനിംഗ് കമ്മീഷൻ അലോക്കേറ്റ് ചെയ്യുന്ന റിസോഴ്സും മറ്റും കാര്യങ്ങളും ഉപയോഗിച്ച് എവറിത്തിങ് ഈസ് സ്ട്രീംലൈൻഡ്, എവറിത്തിങ് ഈസ് വർക്കിംഗ് ഇൻ എ പ്രോപ്പർ വേ, ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട് എന്ന് എൻഷുർ ചെയ്യേണ്ട നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1952 ഓഗസ്റ്റ് 6. ഓക്കെ, നിതി ആയോഗിന്റെ ചെയർപേഴ്സൺ ആരാണ്? നമുക്കറിയാം ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണ്. പ്ലാനിംഗ് കമ്മീഷന്റെയും ആരായിരുന്നു? പ്രൈം മിനിസ്റ്റർ ആണ്. NDCയുടെയും ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണ്. ഇപ്പോൾ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന് നിതി ആയോഗ് പോലെ തന്നെ പ്രൈം മിനിസ്റ്റർ ഉണ്ട്, അതുപോലെ യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഉണ്ട്, പിന്നെ എല്ലാ സ്റ്റേറ്റുകളുടെയും ചീഫ് മിനിസ്റ്റർമാരുണ്ട്, പിന്നെ യൂണിയൻ ടെറിട്ടറീസിന്റെ റെപ്രസെൻറ്റേറ്റീവുകളുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇന്ന് NDC നിലവിലുണ്ടോ എന്ന് തോന്നാം. NDCയുടെ അവസാനത്തെ മീറ്റിംഗ് 2012 മറ്റോ ആയിരുന്നു. അപ്പോൾ ലിറ്ററലി ഈ സാധനം നിലവിൽ ഡെഡാണ്, എടുത്തു കളഞ്ഞിട്ടില്ല എന്നുള്ളൂ. പക്ഷേ കഴിഞ്ഞൊരു 12 വർഷമായിട്ട് ഈ മീറ്റിംഗ് കൂടിയിട്ടില്ല. അപ്പോൾ ഇന്ന് NDCയുടെ ഫങ്ഷൻസ് എല്ലാം ഏകദേശം ചെയ്യുന്ന ബോഡി ഏതാണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, അല്ലെങ്കിൽ നിതി ആയോഗ്. NDCയുടെ ഫങ്ഷൻസ് എല്ലാം നിതി ആയോഗാണ് ഏകദേശം ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷേ പേരിൽ NDC എന്ന് പറയുന്ന ഒരു ബോഡി ഉണ്ട്. അതിന്റെ ചെയർപേഴ്സൺ ആരാണ്? ഹൂവർ ഈസ് ദ പ്രൈം മിനിസ്റ്റർ ഈസ് ദ ചെയർപേഴ്സൺ ഓഫ് NDC. ഇന്നാരാണത്? ശ്രീ നരേന്ദ്രമോദി. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ഇസ് നോട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ ഗവർണർ. ഓക്കെ, 1, ഗവർണർ അപ്പോയിന്റ്സ് ദ ചീഫ് മിനിസ്റ്റർ ആൻഡ് അതർ മിനിസ്റ്റേഴ്സ്. നമുക്കറിയാം ഗവർണറുടെ ഏറ്റവും വലിയ ഡിസ്ക്രിപ്ഷണറി പവറിൽ ഒന്നാണ്, പലപ്പോഴും മിസ്യൂസ് ചെയ്യപ്പെടുന്ന പവറിൽ ഒന്നാണ് എന്ത്? ചീഫ് മിനിസ്റ്റർ ആൻഡ് അതർ മിനിസ്റ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുക. ഒരു ഇലക്ഷൻ നടന്നു കഴിഞ്ഞിട്ട് ഒരു സ്റ്റേറ്റിലെ ഒരു വ്യക്തി വന്നിട്ട് ക്ലെയിം ചെയ്യുകയാണ്, ഐ ഹാവ് ഇനഫ് സപ്പോർട്ട്, ഐ ക്യാൻ ഫോം എ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ ഡിസ്ക്രിഷണറി പവർ ഓഫ് ദ ഗവർണർ ടു ടേക്ക് ഹിസ് റിക്വസ്റ്റ് ഓർ ടു റിജക്ട് ഹിസ് റിക്വസ്റ്റ്. ഇപ്പോൾ ബീഹാറിൽ നടന്ന ഉദാഹരണം എടുക്കാം. ഒരു സുപ്രഭാതത്തിൽ നമ്മൾ വായിച്ചു നിതീഷ് കുമാർ JDU RJD അലയൻസ് വിട്ടു, പിരിഞ്ഞു, രാജിക്കത്ത് കൊടുത്തു. മറ്റൊരു സുപ്രഭാതത്തിൽ നമ്മൾ വായിച്ചു മൂപ്പര് പുതിയൊരു ഗവൺമെന്റ് ഉണ്ടാക്കി വിത്ത് BJP. അങ്ങനെ JDU BJP അലയൻസിൽ പുതിയൊരു ഗവൺമെന്റ് ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ നിതീഷ് കുമാർ വന്നിട്ട് എനിക്ക് ഇത്ര സപ്പോർട്ട് ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഓക്കെ ഞാൻ നിങ്ങളെ ചീഫ് മിനിസ്റ്ററായി അപ്പോയിന്റ് ചെയ്തെന്ന് പറയുന്നത് ആരാണ്?
ആരാണ് ചീഫ് മിനിസ്റ്ററായിട്ട് അപ്പോയിന്റ് എന്ന് പറയുന്ന ആരാണ്? ആ സ്റ്റേറ്റിലെ ഗവർണറാണ്. അപ്പോൾ ബീഹാറിൻ്റെ ഗവർണർ ആരാണ്? നിതീഷ് കുമാറിനെ ചീഫ് മിനിസ്റ്ററായിട്ട് വീണ്ടും അപ്പോയിന്റ് ചെയ്ത ബീഹാറിൻ്റെ ഗവർണർ ആരാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. രണ്ട് ഹി ഹാസ് ദ പവർ ടു ഗ്രാൻഡ് പാർഡൺസ്, റിപ്രീവ്സ് ആൻഡ് ഫോർഗിവ് ദ ഡെത്ത് പെനാൽറ്റി ഓഫ് എ പേഴ്സൺ. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, നമുക്ക് ബിയിലേക്ക് വരാം. 3 ഹി മേ ഇഷ്യൂ ഓർഡിനൻസസ് അണ്ടർ സർട്ടൻ സർക്കംസ്റ്റാൻസസ്. അതായത് പാർലമെന്റ് നിലവില്ലാത്തപ്പോൾ, സെഷൻ ഇല്ലാത്തപ്പോൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു ബില്ലോ മറ്റ് പ്രപ്പോസലോ മറ്റോ കൊണ്ടുവരണമെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് എന്ത്? ഓർഡിനൻസ്. പ്രസിഡന്റ് പാസ്സാക്കും. സെയിം ടൂൾ സ്റ്റേറ്റിലേക്ക് വരിക. ലെജിസ്ലേറ്റീവ് അസംബ്ലി കൗൺസിലുള്ള സ്റ്റേറ്റിൽ രണ്ടും സെഷനിൽ ഇല്ലാത്തപ്പോൾ ഒരു പുതിയ മാറ്റം കൊണ്ടുവരണമെങ്കിൽ അത് ഗവർണറിന് ഓർഡിനൻസ് വഴി പാസ്സാക്കാം. ചീഫ് മിനിസ്റ്ററും കൗൺസിൽ ഓഫ് മിനിസ്റ്ററും പറയുന്ന കാര്യങ്ങൾ ഗവർണറിന് പാസ്സാക്കാം. അപ്പോൾ അതും കറക്റ്റാണ്. The state executive power is vested with the governor. അതാണ് ലിറ്ററൽ ഡെഫിനിഷൻ. The executive power of a state is vested with the governor. ഗവർണറിന്റെ പേരിലാണ് തീരുമാനങ്ങൾ ഇവരെടുക്കുന്നത്. ഗവർണർ അവർക്ക് പവർ ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഈ സെയിം സാധനമാണ് കേന്ദ്രത്തിലും. ഓക്കെ, അപ്പോൾ ഇത് 3 കറക്റ്റാണ്. തെറ്റ് ഇതാണ്. എന്താണ് ഇതിലേക്ക് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാർഡണിങ് പവർ, പ്രസിഡന്റിന്റെ പാർഡണിങ് പവർ ആർട്ടിക്കിൾ 72 മെൻഷൻ ചെയ്യുന്ന പ്രസിഡന്റിന്റെ പാർഡണിങ് പവർ എന്താണെന്ന് പഠിക്കാം. പാർഡൺ എന്താണ്? വാട്ട് ഈസ് പാർഡൺ? ഇറ്റ് റിമൂവ്സ് ബോത്ത് ദ സെന്റൻസ് ആൻഡ് ദ കൺവിക്ഷൻ ആൻഡ് കംപ്ലീറ്റ്ലി അബ്സോർബ്സ് ദ കൺവിക്ട് ഫ്രം ഓൾ സെന്റൻസസ്, പണിഷ്മെന്റ് ആൻഡ് ഡിസ്ക്വാളിഫിക്കേഷൻസ്. നിങ്ങൾ ഒരു ഒഫൻസ് ചെയ്തു, നിങ്ങളെ കോടതി 10 വർഷത്തേക്ക് ശിക്ഷയ്ക്ക് വിധിച്ചു. പക്ഷേ നിങ്ങൾ ഗവർണറിൻ്റെ അടുത്ത് പോയി, ഗവർണർ നിങ്ങളെ പാർഡൺ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ വിമുക്തനായി 10 വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നില്ല. നിങ്ങൾ ഇനി ഒരു രാഷ്ട്രീയക്കാരനായിരുന്നെങ്കിൽ ആ ഒരു കുറ്റം ചെയ്തുകൊണ്ട് നിങ്ങൾ അടുത്ത കുറച്ച് വർഷത്തേക്ക് ഇലക്ഷൻ മത്സരിക്കേണ്ട തുടങ്ങിയ കുറേ ഡിസ്ക്വാളിഫിക്കേഷൻസ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. അതെല്ലാം റിമൂവ് ചെയ്യും. അതായത് കംപ്ലീറ്റ്ലി കുറ്റവിമുക്തനാക്കപ്പെട്ടു. നിങ്ങൾക്ക് ഇനി ജയിലിലേക്ക് പോകേണ്ട, ട്രയൽ ഇല്ല, നിങ്ങൾ എല്ലാത്തിൽ നിന്നും ഒഴിവായി. ആ സാധനമാണ് പാർഡൺ. അപ്പോൾ നിങ്ങൾക്കറിയാതെ എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. ഈ പ്രസിഡന്റിന്റെ പാർഡണിങ് പവർ മെൻഷൻ ചെയ്യുന്നത് ആർട്ടിക്കിൾ 72 ആണ്. അതെടുത്ത് പറയുന്നുണ്ട്. ഡെത്ത് സെന്റൻസിന്റെ കേസിൽ പ്രസിഡന്റിന് പാർഡണിങ് പവർ ഉണ്ടെന്ന്. ഈ പ്രസിഡന്റിന്റെ പാർഡണിങ് പവർ പോലെ തന്നെ ഗവർണറിനുള്ള പവേഴ്സ് മെൻഷൻ ചെയ്യുന്നത് ആർട്ടിക്കിൾ 161 നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, കേന്ദ്രത്തിൽ പറയുന്ന കാര്യങ്ങൾ അത് ഏത് ആർട്ടിക്കിളാണോ ഒട്ടുമിക്ക കേസുകളിലും, അല്ലെങ്കിൽ ഏകദേശം ഒരു 60% കേസുകളിലും അതിൻ്റെ കൂടെ 89 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് സ്റ്റേറ്റിൽ പറയുന്ന കാര്യങ്ങൾ കിട്ടും. 72 ഡീൽസ് വിത്ത് ദ പാർഡണിങ് പവർ ഓഫ് ദ പ്രസിഡന്റ് പ്ലസ് 89 161 ഡീൽസ് വിത്ത് ദ പാർഡണിങ് പവർ ഓഫ് ഗവർണർ. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫറൻസ് ഒന്ന്, കോർട്ട് മാർഷൽ, മിലിറ്ററി കോർട്ടുകൾ ഇടപെട്ട് മിലിറ്ററി കോർട്ടുകൾ പറയുന്ന ജഡ്ജ്മെന്റുകൾ, അവർ പറയുന്ന ഡെത്ത് പെനാൽറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പാർഡൺ ചെയ്യാൻ പ്രസിഡന്റിന് മാത്രമേ അവകാശമുള്ളൂ. കാരണം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഓട്ടോമാറ്റിക്കലി ബിക്കംസ് സുപ്രീം കമാൻഡർ ഓഫ് ദ ആർമി, നേവി ആൻഡ് എയർഫോഴ്സ്. കേട്ടോ, ഡിഫൻസ് ഫോഴ്സസ്. 2, പാർഡണിങ് പവർ ഓഫ് ദ ഗവർണർ ഡസ് നോട്ട് എക്സ്റ്റെൻഡ് ടു ദ ഡെത്ത് സെന്റൻസ്. വധശിക്ഷയ്ക്ക് വിധിച്ച കേസിൽ നിന്നും ഒരു വ്യക്തിയെ കുറ്റവിമുക്തനാക്കി വെളിയിലേക്ക് കൊണ്ടുവരാൻ പവർ പ്രസിഡന്റിന് മാത്രമേ ഉള്ളൂ എന്നാണ്. അപ്പോൾ ഇത് വായിച്ചു നോക്കുമ്പോൾ ഹി ഹാസ് ദ പവർ ടു ഗ്രാൻഡ് പാർഡൻസ് ആൻഡ് ഫോർഗിവ് ദ ഡെത്ത് പെനാൽറ്റി ഓഫ് എ പേഴ്സൺ. ഇത് തെറ്റാണ്. ഉത്തരം ഇതാണ്. പക്ഷെ ഞാനിതിൽ കുറച്ച് കൺഫ്യൂസിങ് എലമെന്റ് എന്ന് പറയാൻ കാരണം, നമ്മുടെ രാജീവ് ഗാന്ധി അസാസിനേഷൻ കേസിലെ പേരറിവാൽ എന്ന് പറയുന്ന വ്യക്തി കുറേ കാലമായിട്ട് തമിഴ്നാട്ടിൽ ജയിലിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കണം. ഇത്രയും വർഷം 92 നടന്ന സംഭവമാണ്. ഇത്രയും വർഷം ആൾ കിടന്നതുകൊണ്ട് ആളെ കുറ്റവിമുക്തനാക്കണമെന്ന് പറഞ്ഞപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ എന്ത് പറഞ്ഞു? അങ്ങനെ കുറ്റവിമുക്തനാക്കാൻ ഗവർണറിന് കഴിയില്ല, പ്രസിഡന്റിന് മാത്രമേ കഴിയുള്ളൂ. പക്ഷേ സുപ്രീം കോടതി ഒരു ഒബ്സർവേഷൻ പറഞ്ഞു, ഈവൻ ഗവർണർ ദ പവർ ടു പാർഡൺ ഡെത്ത് പെനാൽറ്റി എക്സ്റ്റെൻഡ്സ് ടു ദ ഗവർണർ എന്ന് സുപ്രീം കോടതി ഇന്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഇന്റർപ്രിട്ടേഷന്റെ ബേസിസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് തെറ്റല്ല. എന്നാലും ഭരണഘടനയിലെ 161 ആർട്ടിക്കിൾ പ്രകാരം നമുക്കിത് തെറ്റാണെന്ന് പറയാം. അപ്പോൾ ഇനി ഇങ്ങനെ ഒരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ടോ എന്നറിയില്ല. കാരണം ഈ അടുത്താണ് ഇന്റർപ്രിട്ടേഷൻ വന്നത്. ഓക്കെ, ഇനിയും വീണ്ടും ചോദ്യം വന്നിട്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നിലവിൽ ആർട്ടിക്കിളിൽ മാറ്റം വരാത്തതുകൊണ്ട്, അമെൻമെന്റ് വരാത്തതുകൊണ്ടും ഡെത്ത് പെനാൽറ്റിയിൽ ഗവർണറുടേത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകാം. ഓക്കെ, Which of the following is not an essential qualification for the candidature of president? നിങ്ങൾക്ക് ഇന്ത്യയുടെ പ്രസിഡന്റ് ആകണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്? 1, ആർട്ടിക്കിൾ 58 പ്രകാരം if you want to become the president of India, you should have certain qualifications. 1, you should be a citizen of India. നിങ്ങൾ SSC പോലുള്ള പരീക്ഷകൾ എഴുതുമ്പോൾ അതിൽ സിറ്റിസൺ ഓഫ് ഇന്ത്യ കൂടാതെ വേറെ കുറച്ച് കാര്യങ്ങൾ കണ്ടീഷൻസ് പറയും. ഇപ്പോൾ UPSC ആണെങ്കിൽ വേറെ കുറേ രാജ്യങ്ങളുടെ പേര് പറയും, നേപ്പാൾ, ഭൂട്ടാൻ എന്നൊക്കെ പറയും. പക്ഷേ പ്രസിഡന്റിന് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. പ്രസിഡന്റ് ഷാൽ ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. 2, പ്രസിഡന്റ് മസ്റ്റ് കംപ്ലീറ്റ് ദ ഏജ് ഓഫ് 35 years.
നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞതാണ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇലക്ഷൻ 21, ലോക്സഭ 25, രാജ്യസഭ 30, പ്രസിഡന്റോ ഗവർണറോ ആകണമെങ്കിൽ മിനിമം 35 ഇയേഴ്സ്. 3. That individual, if you want to become the president, you should be qualified for election as member of the House of People. ലോകസഭയിലേക്ക് എലക്ട് ചെയ്യാൻ വേണ്ട ക്വാളിഫിക്കേഷൻ. അത് നിങ്ങൾക്കറിയാം, റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിൽ 1950-51 നിയമങ്ങളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ എലിജിബിലിറ്റി എന്തൊക്കെയാണ്. അത്രയും എലിജിബിലിറ്റി, ഒരു ലോക്സഭ MP ആവാനുള്ള എലിജിബിലിറ്റി നിങ്ങൾക്ക് വേണം. അപ്പോൾ ഹൗസ് ഓഫ് ദ പീപ്പിൾ ലോക്സഭ, അതിനുള്ള ക്വാളിഫിക്കേഷൻ വേണം. മിനിമം 35 ഇയേഴ്സ് വേണം. സിറ്റിസൺ ഓഫ് ഇന്ത്യ വേണം. നമുക്കറിയാം ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സാധനം വേണ്ട. ഹയർ എഡ്യൂക്കേഷൻ ഒരു ക്രൈറ്റീരിയ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇന്ത്യയിലുള്ള പല പൊളിറ്റീഷ്യൻസും, അത് കേന്ദ്രത്തിലായിക്കോട്ടെ സംസ്ഥാനങ്ങളിലായിക്കോട്ടെ, അവർ റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഉത്തരം നമ്മൾ പറഞ്ഞു. അടുത്ത ചോദ്യം, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ടോക്സ് അബൌട്ട് സൂപ്പറിൻറ്റൻഡൻസ് ഡയറക്ഷൻ ആൻഡ് കൺട്രോൾ ഓഫ് എലക്ഷൻസ്? അതായത് സിംപ്ലി വിച്ച് ആർട്ടിക്കിൾ മെൻഷൻസ് അബൌട്ട് ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഇറ്റ്സ് സൂപ്പറിൻറ്റൻഡൻസ്. നമുക്കറിയാം ഉത്തരം ആർട്ടിക്കിൾ 324. 2. Which article of the Indian Constitution deals with protection of life and personal liberty? Protection of life and personal liberty ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏറ്റവും ജീവനുള്ള ഒരു ആർട്ടിക്കിൾ. ഏറ്റവും ജീവനുള്ളതെന്ന് പറയാൻ കാരണം വരുന്ന ഏത് പുതിയ മാറ്റങ്ങളും അതിലേക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റും. ഈ പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് ലിബർട്ടി, ലൈഫ് എന്ന് പറയുന്ന സാധനം ഇവോൾവ് ചെയ്യുകയാണ്. 1950 റൈറ്റ് ടു ഇൻ്റർനെറ്റ് എന്നൊരു കോൺസെപ്റ്റ് ഇല്ല, റൈറ്റ് ടു ക്ലീൻ എൻവയോൺമെൻറ്റ് എന്നൊരു കോൺസെപ്റ്റ് ഇല്ല, റൈറ്റ് ടു സ്ലീപ്പ് എന്നൊരു കോൺസെപ്റ്റ് ഇല്ല. അപ്പോൾ കാലക്രമേണ പല 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 പുതിയ പുതിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഫണ്ടമെൻ്റൽ ഭാഗമാകും. ആ വരുന്ന സാധനങ്ങളെല്ലാം ചേർക്കപ്പെടുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഭരണഘടനയിലെ ഏറ്റവും ജീവനുള്ള ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 21. ഓക്കെ, മറ്റുള്ള ആർട്ടിക്കിളിൽ ഏതൊക്കെയാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് നമുക്ക് ബ്രീഫായിട്ട് പറയാം. 324 വെരി ഇമ്പോർട്ടൻറ്റ്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഇറ്റ്സ് ഡയറക്ഷൻ, സൂപ്പറിൻറ്റൻഡൻസ്, കൺട്രോൾ. ഓക്കെ, അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഏതൊക്കെ ഇലക്ഷൻസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഏതൊക്കെ ഇലക്ഷൻസ് ആണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഹാൻഡിൽ ചെയ്യുന്നത്? ആർട്ടിക്കിൾ 333, റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഇൻ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്. ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റീസ് നമുക്കറിയാം വളരെ മൈനോറിറ്റി ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ്. ചില സ്റ്റേറ്റുകളിൽ അവർക്ക് റിസർവേഷൻ കൊടുക്കണം. ലോക്സഭയിൽ 2 സീറ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷേ 104ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ടിന് ശേഷം, 104th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ടിന് ശേഷം there is no such provision. ലോക്സഭയിലുള്ള 2 സീറ്റുകൾ വേണ്ട, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലികളിലും ഇനി ആംഗ്ലോ ഇന്ത്യൻസിന് ഒരു എക്സ്ട്രാ സീറ്റ് വേണ്ട. കേരളത്തിൽ ആംഗ്ലോ ഇന്ത്യൻസിന് എക്സ്ട്രാ സീറ്റ് റിസർവേഷൻ ഉണ്ടായിരുന്നോ എന്ന് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി മുതൽ അതുണ്ടാകില്ല. 356 നമുക്ക് എല്ലാവർക്കും അറിയാം, ഫെയിലർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി ഇൻ സ്റ്റേറ്റ്സ്. നമ്മുടെ പിണറായി വിജയൻ വേഴ്സസ് ആരിഫ് മുഹമ്മദ് ഖാൻ കേസിൽ ഏറ്റവും കൂടുതൽ ഈ രാഷ്ട്രീയ ചർച്ചകളിലൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ഗവർണർ ക്യാൻ ഇമ്പോസ് പ്രസിഡൻഷ്യൽ റൂൾ അണ്ടർ ആർട്ടിക്കിൾ 356. ദ ഗ്രൗണ്ട് ഈസ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി ഹാസ് ഫെയിൽഡ് ഇൻ ദ സ്റ്റേറ്റ്. സ്റ്റേറ്റുകൾ ഭരണഘടനയ്ക്ക് അനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത് എന്നൊരു റിപ്പോർട്ട് ഗവർണർ പ്രസിഡന്റിന് കൊടുത്താൽ ഗവർണർ മേ ഇമ്പോസ് സ്റ്റേറ്റ് എമർജൻസി ഓർ പ്രസിഡൻഷ്യൽ റൂൾ. അത് മെൻഷൻ ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 356. ആർട്ടിക്കിൾ 367 അല്ല, 368, പവർ ഓഫ് പാർലമെന്റ് ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പ്രൊസീജിയർ ദെയർഫോർ. നമ്മുടെ ഭരണഘടനയെ അമെൻഡ് ചെയ്യുന്ന പല പല കാര്യങ്ങളുണ്ട്. സിമ്പിളായിട്ട് അമെൻഡ് ചെയ്യാം, സ്പെഷ്യൽ മെജോറിറ്റിയിൽ അമെൻഡ് ചെയ്യാം, സ്പെഷ്യൽ മെജോറിറ്റിയും പിന്നെ ചില സ്റ്റേറ്റ്സുകളുടെ റാറ്റിഫിക്കേഷൻ, അങ്ങനെ ഭരണഘടനയെ അമെൻഡ് ചെയ്യുന്ന രീതികൾ മെൻഷൻ ചെയ്യുന്ന ആർട്ടിക്കിളാണ് വെരി ഇമ്പോർട്ടൻറ്റ് ആർട്ടിക്കിൾ 368, ആർട്ടിക്കിൾ 368. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാൻ നമ്മൾ ഓൾറെഡി കണ്ട ഒരു കാര്യമാണ് ആർട്ടിക്കിൾ 19. നമ്മൾ പറഞ്ഞു ഫണ്ടമെന്റൽ ഫ്രീഡംസ് ആണ്, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അസോസിയേഷൻ, മൂവ്മെന്റ്, ഫ്രീഡം ടു ഫോം ഓർഗനൈസേഷൻ തുടങ്ങിയ കാര്യങ്ങൾ, പീസ്ഫുൾ അസംബ്ലി, ഇതൊക്കെ പറയുന്നത് ആർട്ടിക്കിൾ 19 ആണ്. ആർട്ടിക്കിൾ 20 പ്രൊട്ടക്ഷൻ റെസ്പെക്ട് ഓഫ് കൺവിക്ഷൻ ഫോർ സർട്ടൺ ഒഫൻസസ്. നമ്മൾ പറഞ്ഞു കുറ്റം ചെയ്യുന്ന സമയത്തുള്ള നിയമത്തിനനുസരിച്ച് ശിക്ഷ കൊടുക്കാമുള്ളൂ. ആർട്ടിക്കിൾ 21 നമ്മൾ പറഞ്ഞു ദ മോസ്റ്റ് ഡൈനാമിക് ആർട്ടിക്കിൾ, റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ആർട്ടിക്കിൾ 22 പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ ഇൻ സർട്ടൺ കേസസ്. ആർട്ടിക്കിൾ 22 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും അറസ്റ്റ് ഡിറ്റൻഷനെ പറ്റിയാണ് ഡീൽ ചെയ്യുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ. ഒരു വ്യക്തി കുറ്റം ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ വ്യക്തിയെ പ്രിവെൻറ്റീവായിട്ട് നമുക്ക് ഡീറ്റെയിൻ ചെയ്യാം. ജമ്മു കാശ്മീരിലും മറ്റും ഈ ആർട്ടിക്കിളുകൾ, ഈ ഒരു പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ എന്നുള്ള പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ആ വ്യക്തി കുറ്റം ചെയ്യാൻ ചാൻസ് ഉണ്ടെങ്കിൽ കുറ്റം ചെയ്ത് കഴിഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യുന്നത് പോലെയല്ല, അതിനെ ഡീൽ ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ 20. 22 എന്താണ്? കുറ്റം ചെയ്യാൻ ചാൻസ് ഉള്ളവരെ പ്രിവെൻറ്റീവായിട്ട് ഡീറ്റെയിൻ ചെയ്ത് വയ്ക്കാം. അടുത്തത്, ഡ്യൂറിങ് എമർജൻസി വിച്ച് ഫണ്ടമെന്റൽ റൈറ്റ്സ് കനോട്ട് ബി സസ്പെൻഡഡ്. നമുക്കറിയാം നാഷണൽ എമർജൻസി വരുമ്പോൾ
ചില ഫണ്ടമെൻ്റൽ റൈറ്റ്സുകൾ, മൗലിക അവകാശങ്ങൾ സസ്പെൻഡ് ചെയ്യപ്പെടും. നമ്മുടെ മൗലിക അവകാശങ്ങൾ സസ്പെൻഡ് ചെയ്യപ്പെടും. ഏതൊക്കെ മൗലിക അവകാശങ്ങളാണ് സസ്പെൻഡ് ചെയ്യപ്പെടാത്തത്? നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ SSCയുടെയും മറ്റും സെലക്ഷൻ മിഷൻ ബാച്ചിനൊക്കെ വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമുക്കറിയാം 12 to 35 ഉണ്ട്. അതിൽ 12ഉം 13ഉം കഴിഞ്ഞ് കഴിഞ്ഞാൽ 14 മുതൽ 18 വരെ ഇക്വാലിറ്റി, പിന്നെ 19 നമ്മൾ പറഞ്ഞു ഫ്രീഡം, അങ്ങനെ മുന്നോട്ട് പറഞ്ഞു. 21 റൈറ്റ് ടു ലൈഫ്, അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതിൽ ഏതൊക്കെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്? ദേ ആർ ലിറ്ററലി ഫണ്ടമെൻ്റൽ ദാറ്റ് ദേ കനോട്ട് ബി സസ്പെൻഡഡ് ഈവൻ ഡ്യൂറിങ് ആൻ എമർജൻസി. അടിയന്തരാവസ്ഥയിൽ പോലും സസ്പെൻഡ് ചെയ്യാൻ പറ്റാത്തത്. അത് നിങ്ങളിവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏതാണ്? റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനുള്ള അവകാശം ഒരിക്കലും നിഷേധിക്കാൻ പറ്റില്ല. അപ്പോൾ ആർട്ടിക്കിൾ 21 വരുന്ന ഓപ്ഷൻ ഏതാണ്? ആർട്ടിക്കിൾ 20 and 21. ആർട്ടിക്കിൾ 20 പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കൺവിക്ഷൻ ഫോർ സർട്ടൺ ഒഫൻസസ് ആൻഡ് ആർട്ടിക്കിൾ 21 ദേ കനോട്ട് ബി സസ്പെൻഡഡ് ഈവൻ ഡ്യൂറിങ് ആൻ എമർജൻസി എന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 359. ക്ലിയർ ആണല്ലോ? ആർട്ടിക്കിൾ 359. അപ്പോൾ ഈ ക്ലാസ്സുകൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ GD പ്രിപ്പറേഷൻ സ്ട്രീംലൈൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് സമയം വളരെ കുറവാണ്. സ്ട്രീംലൈൻ ചെയ്യുക, നല്ലപോലെ പഠിക്കുക. നിങ്ങളുടെ ഭാഗത്തു നിന്നും നമ്മൾ ഏതെങ്കിലും വീഡിയോ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്ന് കളക്റ്റീവായിട്ട് അങ്ങനെ ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ അതും നമ്മൾ ചെയ്യുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ, നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ, നിങ്ങളുടെ പ്രിപ്പറേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമാകുക. അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസത്തെയും കറണ്ട് അഫയേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ പ്രിപ്പറേഷൻ നല്ലപോലെ പോട്ടെ. ഓൾ ദി ബെസ്റ്റ്.